Good morning. Good morning. Good morning. എടാ, പ്രയർ സ്റ്റാർട്ട് ചെയ്യാനാണോ? റെക്കോർഡല്ലല്ലോ. റെക്കോർഡാടാ, സ്റ്റാർട്ട് ചെയ്തു. ആ, റെക്കോർഡാണ്. സ്റ്റാർട്ട് ചെയ്യല്ലേ? നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവാ ഭക്തിയും വിവേകവും തരണമേതയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവാ ഭക്തിയും വിവേകവും തരണമേതയാനിധി. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമാം സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഗുഡ് മോർണിംഗ് ആൾ. Good morning. Morning. ഗുഡ് മോർണിംഗ് മാം. Morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay, good morning, all of you. സോ ആരെങ്കിലും റെഡിയാണോ ക്ലാസ് ലീഡ് ചെയ്യാൻ? പ്രയർ മാത്രമേ ഉള്ളൂ ഇന്ന്? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
Okay, we can start. So 7th unit. So I don't know whether മാം we സെൻസിറ്റിവിറ്റി ഓഫ് സ്മോൾ ഒബ്ജക്റ്റീവ് എടുത്തായിരുന്നോ? self-construction is over, right? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അത് ഞാനായിരുന്നു പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് Somebody else has taken, I think. യെസ്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചത്. സോ നമ്മൾ ഫിനിഷ് ചെയ്തില്ലേ സെൽഫ് കൺസ്ട്രക്ഷൻ? ആയിഷയ്ക്ക് എന്തെങ്കിലും അതിനകത്ത് പറയാൻ ആഗ്രഹം ഉണ്ടോ? ഞാന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതൊന്നും പറയാന്ന് വിചാരിക്കുന്നു. പ്ലീസ്. അതിൽ ഞാൻ എടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ഫോർ സ്മോൾ ഒബ്ജക്റ്റ് ആയിരുന്നു. അതായത് കുട്ടികൾക്ക് ചെറിയ ഒബ്ജക്റ്റിനോടുള്ള ഇഷ്ടത്തിനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിൽ കാണാത്ത ചെറിയ സാധനം പോലും അവരുടെ കണ്ണിൽ കാണാൻ പറ്റും. പിന്നെ മുമ്പ് തമന്നെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുട്ടികൾ ഉറുമ്പ് ഇങ്ങനെ പോകുന്നത് നോക്കി നിൽക്കാറുണ്ട് അവളുടെ മോന്. അതുപോലെ ഈ കുട്ടികൾ ഓരോ സ്മോൾ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റ് പോലും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അവർക്ക് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവരുണ്ടാവുക. ഇതിലൂടെ അവർക്ക് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടിയാണ് ഉണ്ടാവുന്നത്. കുട്ടികൾക്ക് ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടിയാണ് ഉണ്ടാകുന്നത്. അതായത് സ്മോൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ചെറിയ സ്മോൾ ഡീറ്റെയിൽസിന് അല്ലെങ്കിൽ ഒരു ടൈനി ഒബ്ജക്റ്റിനോട് കുട്ടികൾക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിലൂടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന കഴിവുകൾ എന്ന് പറയുന്നത് അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കും. അതുപോലെ ഐ ഹാൻഡ് കോർഡിനേഷൻ. അതായത് നമ്മളിപ്പോ ഒരു സാധനം കണ്ടാൽ കുട്ടികൾ പെട്ടെന്ന് അത് എടുക്കാൻ നോക്കും അല്ലെ. അപ്പോൾ അവരുടെ കണ്ണും അതുപോലെ ഹാൻഡ് കോർഡിനേഷനും നടക്കും. ഫൈൻ മോട്ടോർ സ്കില്ലും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഇത് ഒബ്സർവ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മൾ പാരൻസ് എന്ന് വെച്ചാല് നമ്മൾ പൊതുവേ ചെയ്യലെന്ന് വെച്ചാൽ ഈ കുട്ടികൾ, നമുക്കറിയാം നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുടെ ബാക്കിലേ നടന്നിട്ട് അത് ആ സ്പോട്ടിൽ അവർ നോക്കുന്ന സമയത്ത് നമ്മളപ്പോൾ അത് തട്ടിക്കളയും, അല്ലെ അവരത് എടുക്കുന്ന കാണുമ്പോൾ നമ്മളത് തട്ടിക്കളയാറുണ്ട്. പക്ഷെ അതിനുപരി നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ഇവരുടെ ഈ ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാനും ഇത് സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത് നമ്മൾ നോക്കിയേക്കാം. അത് വായിലേക്ക് ഇടുന്ന സമയത്ത് മാത്രം നമ്മൾ അത് മാറ്റി എന്ത് ചെയ്യുക, നമ്മൾ അവരെ സൂപ്പർവൈസ് ചെയ്യുക. ഇത് കുട്ടികൾക്ക് എന്താ പറയാ അവരുടെ പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമുക്കിപ്പോ ഈ പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ പോകുമ്പോൾ കുട്ടികൾ ഈ ലീവ്സിന് അതുപോലെ ഇൻസെക്ട്സിന് ഇതിനൊക്കെ നോക്കിയിട്ട് അതിലൂടെയൊക്കെ അവരുടെ ഒബ്സർവേഷൻ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ മാം, താങ്ക് യു. അത് അന്ന് ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം എനിക്ക് ഇവിടെ ട്യൂഷൻ ടൈമാണ്, ഈ 7:30 എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും നൈറ്റ് ക്ലാസ്സിൽ ആ ക്ലാസ് കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ Okay, no problem. Anyway, we finished that chapter. ആരോ അത് ടേക്ക് ഓവർ ചെയ്തു. അതുകൊണ്ട് തന്നെ കഴിയും. Okay, anyway, thank you, Aisha. Thank you so much. That was valid points. Okay, next unit 7, Montessori prepared environment. ഞാൻ ഈ ലെസണിലെ പല കാര്യങ്ങളും മറ്റേ ചാപ്റ്റർ എടുത്തപ്പോ സെൽഫ് കൺസ്ട്രക്ഷൻസും ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എടുത്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ എടുത്തപ്പോ പ്രാക്ടിക്കൽ മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത് അറിയാം, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നാണ്. 2 ഫാക്ടേഴ്സ് ആണ് ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഏത് എൻവയോൺമെന്റിലാണോ കുട്ടി ജീവിക്കുന്നത് ആ എൻവയോൺമെന്റ്. It's very difficult, it's not possible to make any changes in the heredity. Genetic factors യാതൊരു ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റില്ല. പക്ഷെ റിപ്പീറ്റഡ്ലി എൻവയോൺമെന്റ് കുട്ടിയുടെ ഡെവലപ്മെന്റിന് പറ്റുന്ന രീതിയിൽ ചേഞ്ചസ് നടത്തി കഴിഞ്ഞാൽ, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവുമെന്നാണ് മറിയാം മോണ്ടിസോറി പറഞ്ഞിരിക്കുന്നത്. കാരണം ജനറ്റിക് ഫാക്ടേഴ്സ്, ജനറ്റിക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബൈ ബർത്ത് അത് പാരന്റ് സൈഡിൽ നിന്നും മദർ സൈഡിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ് കുട്ടികൾക്ക്. അതിനകത്ത് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. 46 ക്രോമസോമുകളിൽ 23 ക്രോമസോം ഫ്രം മദർ സൈഡ് ആൻഡ് 23 ഫ്രം ഫാദർ സൈഡ്. ഇത് മദർ സൈഡ് ഫാദർ സൈഡ് എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി ഫ്രം മദർ, ഡയറക്ട്ലി ഫ്രം ഫാദർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ മുന്നിലുള്ള ഏതെങ്കിലുമൊക്കെ തലമുറയിൽ നിന്നൊക്കെ കിട്ടുന്നതും ഉണ്ടാകും. അപ്പൊ അതിലൊന്നും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ബട്ട് നമുക്ക് എൻവയോൺമെന്റ് ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഡെവലപ്മെന്റിന് അത് വളരെയധികം പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. നിങ്ങൾ ഒരു സീരീസ്, മലയാളം വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത് മനസ്സിലാവും ഈ ഒരു കാര്യം, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. അതിൽ ആ ഒരു
1000 Babies എന്ന് പറഞ്ഞിട്ടുള്ള വെബ് സീരീസ് ആണ്. കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഞാനതൊരു സ്പോയിലർ ആകുന്നില്ല. ഫസ്റ്റ് എപ്പിസോഡ് ഭയങ്കര ലാഗിങ് ആയിട്ട് തോന്നും, പിന്നെ ഭയങ്കര മൂവിങ് ആണ്. ഐ തിങ്ക് അതിന്റെ സെക്കൻഡ് പാർട്ടും വരാൻ ചാൻസ് ഉണ്ട്. ബയോളജിക്കൽ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കുട്ടികളെ മാറുവാണ്, വേറെ പാരന്റ്സിന്റെ അടുത്തേക്ക് ആണ് പോകുന്നത്. അപ്പൊ ഹെറിഡിറ്ററി ഫാക്ടർ അവരുടെ ലൈഫില് ഇൻഫ്ലുവൻസ് നമുക്ക് ആ സീരീസിലൂടെ കാണാൻ പറ്റും. അവർ വേറൊരു എൻവയോൺമെന്റിലേക്ക് ജീവിക്കുകയാണ്, പക്ഷെ അവരുടെ ബയോളജിക്കൽ പാരന്റ്സ് ആയിട്ടുള്ള പല ക്യാരക്ടറിസ്റ്റിക്സും കുട്ടിയുടെ സ്വഭാവത്തെ ബാധിക്കുന്നതായിട്ട് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇഫ് പോസിബിൾ സമയം ഉണ്ടെങ്കിൽ കാണും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ് എന്നല്ല, ഇറ്റ്സ് ഗുഡ്. ചെറിയൊരു വയലൻസ് ഒക്കെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഗുഡ്. ഓക്കെ, സോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആരെങ്കിലും ലീഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ലീഡ് ചെയ്യാം. ബട്ട് we don't have time to read the sentence and say it translation. അതല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽഫ് കൺസ്ട്രക്ഷനിലെ സെൻസിറ്റിവിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ആ രീതിയിൽ ഈ ഒരു ചാപ്റ്റർ എടുക്കാനായിട്ട് പറ്റുമെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കാം. യെസ്, ആരുമില്ല? ഓക്കെ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. നമ്മൾ ക്ലാസ് റൂം എന്നുള്ളതിന് പകരം മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വളരെ ഇന്റലക്ച്വൽ ആയിട്ട് ഒത്തിരി ഒബ്സർവേഷൻസും റിസർച്ചും അനാലിസിസിനും ശേഷമാണ് അവർ അങ്ങനെ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്തത്. കുറെ സ്റ്റഡീസിന് ശേഷം. ഈവൻ ദോ ആ എൻവയോൺമെന്റിൽ കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പല ഇൻസിഡൻസും ആക്സിഡന്റലി ആയിട്ടും സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നു. അതിനെ വെച്ചിട്ട് വീണ്ടും മറിയ മോണ്ടിസോറി ആ എൻവയോൺമെന്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരുന്നു, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരുന്നു. ഓക്കെ, പലപ്പോഴും കണ്ടിട്ടുള്ളൊരു ടെൻഡൻസി, ടീച്ചേഴ്സ് പൊതുവെ എപ്പോഴും കുട്ടികളുടെ കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. കാരണം ഏതൊരു സ്കൂളിൽ ചെന്നാലും സിലബസ് കംപ്ലീറ്റ് ആക്കുക അവരുടെ റൂൾ അതാണ്, അവരുടെ ഒരു തോട്ട് അതാണ്. എനിക്ക് പോർഷൻസ് കംപ്ലീറ്റ് ആക്കണം. ആ പോർഷൻ എങ്ങനെ കുട്ടിയുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു എന്നുള്ളത് അവര് ചിന്തിക്കുന്നില്ല. പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം. അവധി വരുമ്പോഴേക്കും എക്സ്ട്രാ ക്ലാസ് ഒക്കെ വെച്ചിട്ട് പോർഷൻ കംപ്ലീറ്റ് ചെയ്യും. ഒരു അറ്റൻഷൻ സ്പാൻ എന്നുള്ളത് എല്ലാ കുട്ടിക്കും ഉണ്ടാവും. വൈകുന്നേരം എക്സ്ട്രാ ക്ലാസ് എടുക്കുന്നു, രാവിലെ എക്സ്ട്രാ ക്ലാസ് എടുക്കുന്നു, സാറ്റർഡേസ് വിളിച്ചു വരുത്തി എക്സ്ട്രാ ക്ലാസ് എടുക്കുന്നു. കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അതും കൂടെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇറ്റ്സ് ട്രൂ ദാറ്റ് കുറെ ക്ലാസ്സസ് പോയി, പക്ഷെ അവർക്ക് ആ ടീച്ചിങ് മെത്തേഡ്, ആ സ്റ്റൈലിൽ മാറ്റം വരുത്താനായിട്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാറ്റം വരുത്താനായിട്ട് ഒരു ടീച്ചർക്ക് പറ്റണം. അപ്പോഴാണ് അതിന്റെ ഒരു കാര്യം വരുന്നത്. പലപ്പോഴും ടീച്ചിങ് പ്രാക്ടീസിന് പോയവർക്ക് അവിടെ തന്നെ പ്ലേസ്മെന്റ് ആകുന്നുണ്ട്. അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ പ്ലേസ്മെന്റ് ആയതിനു ശേഷം വൈവയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരോട് അവർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നൊക്കെ ചോദിക്കും. ഭയങ്കര ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്. അപ്പൊ അതിലൂടെ കുട്ടി ഓരോന്ന് പഠിക്കുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പൊ ആ ഒരു മെത്തേഡ്, ആ ഒരു ടീച്ചിങ് മെത്തേഡ് ഇനീഷ്യലി ചിലപ്പോൾ സ്കൂളിന്റെ അതോറിറ്റീസ് ഇത്ര പോർഷൻ തീർക്കണം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് സമയം കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസ് അവര് ചെയ്തപ്പോൾ അതിനെ വളരെയധികം വെൽക്കം ചെയ്യുവാണ് ചെയ്തത് സ്കൂൾ അതോറിറ്റീസ്. സോ എല്ലാവർക്കും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇപ്പൊ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു നറിഷിങ് പ്ലേസ് ആണ്. അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല. ബട്ട് ഈവൻ ദോ ഗുഡ് ഈവിൾ എന്നുള്ളത് അവിടെ ഉണ്ടാവും. എപ്പോഴും ഗുഡ് അറ്റ്മോസ്ഫിയർ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പല ബിഹേവിയർ ഡിഫറൻസസ് ഉള്ള, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ള കുട്ടികളാണ് ആ സ്കൂളിലേക്ക് മീൻസ് ആ ഒരു എൻവയോൺമെന്റിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു റിയൽ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷൻ, അവരുടെ ഓൺ ലൈഫ്, അവരുടെ പേഴ്സണാലിറ്റി കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ ഒരു നല്ലൊരു രീതിയിൽ അവരുടെ ലൈഫ് ഫുൾഫില്ല് ചെയ്യുന്നു ആ ഒരു എൻവയോൺമെന്റിലൂടെ അവർ കടന്നു പോകും. അപ്പൊ മറിയ മോണ്ടിസോറി പറയുന്നത് ഈ ഒരു എൻവയോൺമെന്റ് ഒരു ലവിങ് ഏരിയ ആയിരിക്കണം. ടീച്ചേഴ്സിന് കുട്ടികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ എൻവയോൺമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമാണെങ്കിൽ ആ ചേഞ്ചസ് കുട്ടികളുടെ റിക്വയർമെന്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചേഞ്ചസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഈ ഒരു എൻവയോൺമെന്റ് കുട്ടികളിലെ ഇന്നർ ഡിസിപ്ലിൻ അത് ഇംപ്രൂവ് ചെയ്യാനും, അവരുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനും, അവരുടെ ഒരു സെൽഫ് എസ്റ്റീം, അവർക്ക് അവരിൽ തന്നെ ഒരു വിശ്വാസം, ബിലീഫ് ഇൻ ദംസെൽസ്, ബിലീഫ് ഇൻ ഈച്ച് അതർ, അവർക്കൊരു സംശയമൊന്നുമില്ല ആരെ പരസ്പരം ആ ഒരു ബിലീഫ്, ആ കാര്യങ്ങളും, പിന്നെ റെസ്പോൺസിബിലിറ്റി, ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റി, അങ്ങനെയുള്ളതെല്ലാം
എല്ലാ രീതിയിലും ഒരു ലവിങ് ഏരിയ ആണ്, ഒരു നറിഷിങ് ഏരിയ ആണ്. അവിടെ വാംത്ത്, കെയർ എല്ലാമാണ് ആ എൻവയോൺമെന്റിലുള്ള കാര്യങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു എൻവയോൺമെന്റ് ഒരു സെക്കൻഡറി ലൈഫ്, രണ്ടാമതൊരു ലൈഫ്. നമ്മളെപ്പോഴും സ്കൂള് ഒരു സെക്കൻഡ് ഹോം ആന്ന് പറയും, ടീച്ചർ ഒരു സെക്കൻഡ് മദർ ആണെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു എൻവയോൺമെന്റ് കുട്ടികൾക്ക് ഒരു സെക്കൻഡ് ലൈഫ്, അവരുടെ ലൈഫിന്റെ ഒരു സെക്കൻഡറി പാർട്ടാണ് ഈ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എൻവയോൺമെന്റ് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു അവരുടെ ഡെവലപ്മെന്റിന്റെ രീതിയിലും. അവരൊരു ഇൻഡിവിജ്വൽ ആയിട്ട് വളർത്തുന്നു, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുന്നു. ഒരു നറിഷിങ് എൻവയോൺമെന്റില് ഒരു കുട്ടി വളരുമ്പോൾ ആ കുട്ടിയിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് കടന്നു ചെല്ലുന്നത്. അവനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, അത് ഡെവലപ്പ് ചെയ്യും, അത് പുറത്തേക്ക് പ്രകടമായി കാണും, എക്സ്പ്രസീവ് ആയിരിക്കും. പലപ്പോഴും കുട്ടികളിലെ പല ഇന്നർ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ തടസ്സപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും ഇത് വിസിബിൾ ആകാറില്ല. അപ്പൊ അരുത് എന്ന് പറയാതെ അവർക്ക് അതിനുള്ള ഒരു ചാൻസ് ഈ ഒരു എൻവയോൺമെന്റിൽ കൊടുക്കുമ്പോഴേക്കും ഇവരുടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ തന്നെ വളരാനായിട്ട് തുടങ്ങും. ഈ എൻവയോൺമെന്റ് നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യണം. അത് എൻവയോൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് ഒരു അഡൽട്ട് ആയിരിക്കുമല്ലോ. ഒരു മോണ്ടിസോറി സ്കൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്ക് അതിനെപ്പറ്റി നല്ലൊരു നോളജും സെൻസിറ്റീവും അങ്ങനെ ആയിട്ടുള്ള ഒരു അഡൽട്ട് ആയിരിക്കണം അത് ആ എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അവിടെ കൂട്ടുക എന്നുള്ളതല്ല. അതൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് അതിനെപ്പറ്റി നല്ലപോലെ അറിയാവുന്ന ഒരാൾ മാത്രം ആളായിരിക്കണം അത് ചെയ്യേണ്ടത്. അഡൽട്ട് ഇവിടെ പാസീവ് ആയിരിക്കും, കുട്ടിയായിരിക്കും ആക്റ്റീവ്. അഡൽട്ട് ഒരു പാർട്ടിസിപ്പന്റ് ആണ്. അഡൽട്ട് മീൻസ് നമ്മളായിരിക്കും, ടീച്ചർ ആയിരിക്കാം, ഡയറക്ടേഴ്സ് ആയിരിക്കാം, ആരായാലും ഫെസിലിറ്റേറ്റർ ആയിരിക്കാം, ഡയറക്ടേഴ്സ് ആയിരിക്കാം. ഒരു പാർട്ടിസിപ്പന്റ് ആയിരിക്കും കുട്ടിയുടെ കാര്യത്തിൽ. കുട്ടിയാണ് അവിടെ ആക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു പാർട്ടിസിപ്പന്റ്. ആ ഒരു ഡിസൈൻഡ് എൻവയോൺമെന്റിൽ കുട്ടിയുടെ ആ ഒരു ഗ്രോത്ത്, കുട്ടിയുടെ ലൈഫ് എല്ലാം ഡെവലപ്പ് ചെയ്തു പോവുകയാണ്. ഇവിടെ കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുന്നു. ആ കാര്യമൊക്കെ നമ്മൾ നാച്ചുറൽ ഡെവലപ്മെന്റിൽ പറഞ്ഞു അല്ലെ. ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുവരെ ഡിപ്പെൻഡന്റ് ആയിരുന്ന കുട്ടി ഫ്രീഡം കിട്ടുമ്പോഴേക്കും കുട്ടി അവന്റെ ആ ഒരു ഫ്രീഡം യൂസ് ചെയ്തിട്ട് അവൻ മുന്നോട്ട് പോവുകയാണ്, ആ ഒരു ഇതിലേക്ക് വഴി തെളിച്ചു പോവുകയാണ്. പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കും. ഈ ഒരു ഇൻഡിപെൻഡൻസ് കൂടുതൽ പ്രോംപ്റ്റ് ആകാൻ, സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ഇവന് വേറൊരാൾ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ അവൻ തന്നെ പെർഫോം ചെയ്യുവാണെങ്കിൽ സം സപ്പോർട്ട്, ആ സമയത്ത് മാത്രമാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പാടുള്ളൂ. അവൻ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അതിനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം. ലെറ്റ് ഹിം ഡു ബൈ ഹിംസെൽഫ്, ആ ഒരു രീതിയിൽ. പിന്നെ ലൈഫ് സ്കിൽസ്, അതായത് സെൽഫ് ഹെൽപ്പ് സ്കിൽസ് നമ്മൾ പറഞ്ഞു. ബട്ടൺ ഇടാനും ഊരാനും സിബ് യൂസ് ചെയ്യാനും പിന്നെ ഷൂ ഇടാനും അതുപോലെ തന്നെ സോക്സ് ഇടാനാണെങ്കിൽ അങ്ങനെ, അതുപോലുള്ള എല്ലാ ആക്ടിവിറ്റീസും അവനിവിടെ കൊടുക്കുന്നു. നിങ്ങൾ ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ ഓർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഡ്രസ്സിങ് ഫ്രെയിംസ് നമ്മൾ ചെയ്തു. ആ ഡ്രസ്സിങ് ഫ്രെയിംസിന്റെ കുട്ടിക്ക് ബെൽറ്റ് ഇടാനും ബാഗിന്റെ ബക്കിൾസ് ഇടാനും ഊരാനും ബട്ടൺ ഇടാനും സിബിന്റെ യൂസും ഷൂവിന്റെ ലേസ് കെട്ടാനും ഷൂ ഇടാനും എല്ലാം പഠിക്കുന്നു ആ കുട്ടി. ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ സെൽഫ് ഹെൽപ്പ് സ്കിൽസ്, ലൈഫ് സ്കിൽസ് കുട്ടിക്ക് കിട്ടും. പിന്നെ അവിടെയുള്ള മെറ്റീരിയൽസും ഫർണിച്ചറും എല്ലാം കുട്ടികളുടെ ചൈൽഡ് സൈസ് ആണ്, ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കും, ചൈൽഡ് സൈസ് ആണ്. അപ്പൊ കുട്ടികൾക്ക് ആ മെറ്റീരിയൽസിന്റെ അതേ സമയം ആ കുട്ടിക്കൊന്ന് പുഷ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ടേബിളും ഡെസ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അത് മാത്രമല്ല അപകടം സംഭവിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ കുട്ടിയുടെ സൈസിലുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിന്റെ കൺട്രോൾ കുട്ടിക്ക് തന്നെ, അതിന്റെ ഒരു പവർ ഓഫ് മെറ്റീരിയൽസ്. ഫർണിച്ചർ കുട്ടിയുടെ ഹൈറ്റിലുള്ളതായിരിക്കും. ഞാനൊരു മോണ്ടിസോറി സ്കൂളിലെ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത് അവിടെയുള്ള കുട്ടികളെക്കാളും, അതായത് നോർമലി ഒരു ഏജിൽ ഒരു ഹൈറ്റ് ഉണ്ടാവുമല്ലോ കുട്ടിക്ക്, അതിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ ഭയങ്കര മെലിഞ്ഞ, എനിക്കൊരു പ്രിമച്ചർ ബേബിയെ പോലെ തോന്നിയത്. പ്രിമച്ചർ ബേബി ആണെന്ന് തോന്നുന്നു ആ കുട്ടി. ഒരു മോനുണ്ടായിരുന്നു. പക്ഷെ അവൻ അവിടെ ഉണ്ടായിരുന്ന മിക്ക കുട്ടികളെക്കാളും ഏജ് കൂടിയതും ആയിരുന്നു. പക്ഷെ ആള് വളരെ ചെറുത്. പലപ്പോഴും അവിടുത്തെ ചില
ഫർണിച്ചർ ഒന്നും അവന് റീച്ചബിൾ ആയിരുന്നില്ല. അങ്ങനെ പിന്നെ അവന് വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റൂള് അവൻ എത്താൻ പാകത്തിന് അത് അവിടെ ഉണ്ടാക്കി ഒരു കൺസ്ട്രക്ട് ചെയ്ത് അവന് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ കുട്ടികളുടെ നീഡ്സിനനുസരിച്ച് അവിടെ ചേഞ്ചസ് വരുത്തും. പക്ഷെ കമ്പാരിറ്റീവ്ലി സാധാരണയുള്ള കുട്ടികളെക്കാളും അവന് സൈസ് കുറവായത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഫർണിച്ചർ അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ എല്ലാം കുട്ടിക്ക് സ്യൂട്ട് ചെയ്യുന്നതാവുമ്പോൾ കുട്ടി ഭയങ്കര സെക്യൂർ ഫീൽ ആയിരിക്കും. അപ്പൊ ഇഷ്ടമായിരിക്കും അതുമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഷെൽഫിൽ ഓരോന്ന് കൊണ്ടുവയ്ക്കാനും, അതേസമയം തുറക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ എത്തുന്നില്ലാത്ത ഷെൽഫുകളൊക്കെ ആകുമ്പോൾ കുട്ടികൾ മടിക്കും അല്ലെ, അവിടെ വരെ എത്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാവുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോ ഇതുപോലെ തന്നെത്താനെ കൺസ്ട്രക്ട് നമ്മൾ സെൽഫ് കൺസ്ട്രക്ഷൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ആ ഒരു തന്നെത്താനെ അവര് സെൽഫ് മെയ്ഡ് ആയിട്ട് വരുമ്പോൾ അതിന് വേണ്ടുന്ന ചാൻസസ് അവന് കൊടുക്കണം. അപ്പോഴാണ് അവനിൽ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ അവനെ അതിന് സമ്മതിക്കാതെ വരുമ്പോഴാണ് കുട്ടികളെ വാശി കാണിക്കുന്നതും ഭയങ്കര ഒരു വയലന്റ് ആയിട്ട് അവരെ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഒരു ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ളത് ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് തന്നെ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ. ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ളത് അവർ ആ എൻവയോൺമെന്റിൽ നിന്നും മനസ്സിലാകും. ഇത് നമ്മൾ വിചാരിക്കും നമ്മൾ ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ, അങ്ങനെയുള്ള രീതിയിലാണ് ഗുഡ് ആൻഡ് ഈവിൾ മനസ്സിലാക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ ലവ്, കമ്പാഷൻ, അഫെക്ഷൻ, ആ ഒരു കെയർ കുട്ടികളോട് കാണിക്കുമ്പോൾ അവരും തിരിച്ച് അതേപോലെ തന്നെ പെരുമാറാൻ തുടങ്ങും. ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോ കണ്ടത് നല്ല നോട്ടി ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ സാറ് ഭയങ്കര സബ്മിസീവ് ആയിട്ട് അവരെ, സാറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്റെ ഡയറക്ടറായിട്ട്. അപ്പൊ വളരെ വളരെ എന്താ പറയാ ലവിങ് ആയിട്ട് അവരെ കെയർ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ കുട്ടികൾ എന്ത് പറയുന്നതും അവർ ഒബേ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ അവര് ആ ഒരു ഗുഡ് ഈവിൾ എന്നുള്ളതില് ഗുഡ് എന്നുള്ള ഒരു ലെവലിലേക്ക് അവർ മാറും. അവർക്കറിയാം ഇത് ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെ അവർക്ക് അവിടെ നിന്ന് തന്നെ വരികയാണ്. അപ്പൊ ഇവിടെ സ്പെഷ്യലി ഡിസൈൻ ക്ലാസ് റൂം ആയിരിക്കും, മെറ്റീരിയൽസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സാധാരണ ഒരു ട്രഡീഷണൽ ടീച്ചർ അല്ല, ഡയറക്ടേഴ്സും സ്പെഷ്യൽ ആയിരിക്കും. കാരണം അവരിലും ആ ഒരു ഈ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള മക്കളാണല്ലോ, അവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾക്കും അത്രത്തോളം ക്വാളിറ്റി ഉണ്ടായിരിക്കും. നമ്മളുടെ ഹാർട്ട് അതുപോലെ പ്യൂരിഫൈഡ് ആയിരിക്കണം. അപ്പൊ നമ്മളും അതുപോലെ മാറ്റങ്ങൾ വരും. പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, ആ ഒരു ഡിസൈൻ എൻവയോൺമെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം, സ്ട്രക്ചർ ആൻഡ് ഓർഡർ, റിയാലിറ്റി ആൻഡ് നേച്ചർ, ബ്യൂട്ടി ആൻഡ് അറ്റ്മോസ്ഫിയർ, ദ മോണ്ടിസോറി മെറ്റീരിയൽ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. ഈ ഒരു 6 വയസ്സ് വരെ അവർ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ കടന്നു പോകുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്കൊരു സോഷ്യൽ ലൈഫിലേക്ക് പോകുമ്പോൾ അവർ വളരെ കൂളായിരിക്കും. അവർക്ക് സോഷ്യലൈസ് ചെയ്യുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തെങ്കിലും കാര്യങ്ങൾ തന്നെ ചെയ്യാനും അവർക്കറിയാം. ഇപ്പൊ ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാലും ദേ നോ ഹൗ ടു ബി, ആ ഒരു രീതിയിലേക്ക് അവർ മാറുവാണ്. ആ ഒരു കമ്മ്യൂണിറ്റി ലൈഫ്, ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ജീവിക്കും, ആ ഒരു ഡെവലപ്മെന്റ് എല്ലാം അവർക്ക് അവിടെ ഉള്ളത്. ഇതിന്റെ ഒരു ഫസ്റ്റ് എലമെന്റ് ആയിട്ട്, ഫസ്റ്റ് കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത് ഫ്രീഡം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുമ്പോഴാണ് കുട്ടി ഡിപ്പെൻഡന്റ് ആവുന്നത്. അപ്പൊ ശരിക്കും ആളുകൾ വിചാരിക്കും ഫ്രീഡം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് എന്തും ചെയ്യാനുള്ള ഫ്രീഡമാണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അതാണ് ഫ്രീഡം എന്ന് വിചാരിക്കും. ഡൂയിങ് വാട്ട് വി ലൈക്ക്, അത് ഫ്രീഡം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. ഒരു പ്രത്യേകിച്ച് മോണ്ടിസോറി എഡ്യൂക്കേഷനിലെ ഫ്രീഡം അതല്ല. മോണ്ടിസോറി എഡ്യൂക്കേഷൻ മാത്രമല്ല, നമ്മളുടെ ഫ്രീഡവും അങ്ങനെ തന്നെയായിരിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു എന്നുള്ളത് വിചാരിക്കുക. പക്ഷെ അത് വേറൊരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതാണെങ്കിൽ, വേറെ കുറെ ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതല്ല ഫ്രീഡം. അതൊരു തോന്നിയവാസം എന്നുള്ള രീതിയിലായി പോകുന്നത്. അപ്പൊ ഡൂയിങ് വാട്ട് വി ലൈക്ക് എന്നുള്ളതല്ല, വി ലൈക്ക് വാട്ട് വി ഡു. അതാണ് അവിടെയുള്ള കുട്ടികൾ പറഞ്ഞ ഒരു ആൻസർ ആണ്. ഈ മറിയ മോണ്ടിസോറിയുടെ ഏതൊരു ഫ്രണ്ട് ആ സ്കൂളിൽ നിന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നു. അപ്പോ അവർക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവരുടെ ധാരണ ഇതായിരുന്നു, ഈ സ്കൂളിൽ ഭയങ്കര ഫ്രീഡം ആണെന്നുള്ള രീതിയിലായിരുന്നു. അപ്പം കുട്ടികളോട് അവരൊന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാലോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോ ഒരു കൊച്ചു ആൺകുട്ടി പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നുള്ളതല്ല, ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഞാൻ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി അല്ലെങ്കിൽ ഇൻ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഫ്രീഡം മീൻസ് ഡാഷ് എന്നുള്ള രീതിയിൽ ഡൂയിങ് വാട്ട് വി ലൈക്ക് ആ ഓപ്ഷൻ വന്നു.
വി ലൈക്ക് വാട്ട് വി ഡു. ക്ലാസ്സിൽ കയറി ക്ലാസ് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ക്ലിക്ക് ആവും, അല്ലാത്തവർ വായിക്കുമ്പോഴേക്കും ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല ഫ്രീഡം, നമ്മൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടും, അതാണ് ഫ്രീഡം എന്നുള്ളതാണ് മോണ്ടസോറി എൻവയോൺമെന്റിൽ. വാട്ട് ഈസ് റൈറ്റ്, അത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ, ഫ്രീഡം ടു ഡു വാട്ട് ഈസ് റൈറ്റ്. കുട്ടിയും ടീച്ചറും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് പലപ്പോഴും ആ ഒരു എൻവയോൺമെന്റിൽ ഇരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ക്ലാസ് റൂമിൽ ഇപ്പൊ പറയുന്ന ചൈൽഡ് ലേൺസ് ടു റെസ്പെക്ട് ദ റൂൾസ്. ഈ റൂൾസ് എന്ന് പറഞ്ഞാലും വളരെ ലവിങ് ആയിട്ടാണ് കുട്ടികളിലേക്ക് ഇത് പകർന്നു കൊടുക്കുന്നത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആദ്യമായിട്ട് മോണ്ടസോറി സ്കൂളിലേക്ക് വരുന്ന കുട്ടി പാരന്റ്സിന്റെ കൂടെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോ നമുക്കൊരു മെയിൻ ഗേറ്റ് ഉണ്ടായിരിക്കും. സ്കൂളിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആ ഒരു രീതിയിലാണ്. ഒരു മെയിൻ ഗേറ്റ് ഉണ്ടാവും. ആ ഗേറ്റിൽ അവിടുത്തെ അസിസ്റ്റന്റ്മാര് രണ്ട് സൈഡിലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പാരന്റ്സ് വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യാനായിട്ട് അവരൊരു വാം സ്മൈലോട് കൂടി ഇവരെ വെൽക്കം ചെയ്യും. അങ്ങനെ പാരന്റും കുട്ടിയും കൂടെ അകത്തേക്ക് ചെല്ലുമ്പോൾ പിന്നെ അവരെ വെൽക്കം ചെയ്യുന്നത് ആ സ്കൂളിന്റെ ഡയറക്ടേഴ്സ് ആണ്, ഡയറക്ടർ ഓർ ഡയറക്ടേഴ്സ്. എന്നിട്ട് കുട്ടിയെയും പാരന്റിനെയും കൂടെ ഒരുമിച്ച് ആ എൻവയോൺമെന്റിന്റെ അകത്തേക്ക് കൊണ്ടുപോയി ഇതെല്ലാം കാണിച്ചു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും, ഓരോ ലൂക്ക് ആൻഡ് കോർണറും ഓരോ മെറ്റീരിയൽസും മൊത്തം ഫർണിച്ചറും എന്തെല്ലാം അവിടെ ഉണ്ടോ എല്ലാ ഏരിയകളും കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ഡയറക്ടേഴ്സ് വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുക. വി ഹാവ് ടു മൂവ് സോഫ്റ്റ്ലി, വി ഹാവ് ടു സ്പീക്ക് ജെന്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ തവണ ഡയറക്ടേഴ്സിന്റെ അടുത്ത് കൂടെ ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴും പലതവണ ഈ ഒരു സെന്റൻസ് ഡയറക്ടേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിലും കുട്ടിയുടെ പാരന്റ്സിന്റെ ഉള്ളിലും ഇതിങ്ങനെ കയറുക. കുട്ടിക്ക് മനസ്സിലാവും ഐ ഹാവ് ടു മൂവ് ജെന്റ്ലി, ഐ ഹാവ് ടു സ്പീക്ക് സോഫ്റ്റ്ലി എന്നുള്ള ഇങ്ങനെ അവന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കറങ്ങി കയറും. അങ്ങനെയാണ് റൂൾസ് ഇവരിലേക്ക് എത്തുന്നത്. അല്ലാണ്ട് വടി കാണിച്ചോ ഷൗട്ട് ചെയ്തോ എന്നല്ല റൂൾസ് പറഞ്ഞു കൊടുക്കുന്നത്. ഭയങ്കര ലവിങ് ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവരത് ഫോളോ ചെയ്യും. റൂൾസ് സ്ട്രിക്റ്റ് ആണെങ്കിലും പക്ഷെ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെ കാമായിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ട്, വളരെ സ്നേഹത്തോടു കൂടി പ്ലീസിങ് ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവരത് അനുസരിക്കും. അപ്പൊ ആ ഇതിനെല്ലാം റെസ്പെക്ട് ചെയ്യും. അപ്പം പിന്നെ കുട്ടിക്ക് ചോയ്സ് കൊടുക്കും അതിന് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. അപ്പൊ അതൊരു ഫ്രീഡത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് തന്നെയാവും. അതിനുള്ള ഒരു ചോയ്സ്, ഫ്രീഡം ഓഫ് ചൂസ് ദ മെറ്റീരിയൽസ് അത് കിട്ടും. അപ്പൊ അത് സെൽഫ് ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, ഇൻഡിവിജ്വാലിറ്റി ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെത്താൻ ഇരുന്നത് ചെയ്യും, അല്ലെ? സെൽഫ് ഡിസിപ്ലിൻ. അങ്ങനെ ഡിസിപ്ലിൻ തന്നെത്താൻ ആ കുട്ടിയിലുണ്ടാവും. പിന്നെ അത് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചെയ്യും. കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ. ദെൻ പിന്നെ ആ ഒരു ഫ്രീഡം കൊടുത്തു, അല്ലെ? ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ എന്താ, ഡെഫിനറ്റ്ലി കൊടുത്ത ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ കൊടുത്ത ആ ഒരു വ്യക്തിയെ തീർച്ചയായും ഒബേ ചെയ്യാനായിട്ട് തുടങ്ങും. ദാറ്റ് ഈസ് ഒബീഡിയൻസ്. കുട്ടി തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടി സെൽഫ് മെയ്ഡ് ആവുന്നു, കുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റി ഫോം ചെയ്യുന്നു, പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നു. ആ ഒരു എൻവയോൺമെന്റിൽ ഒരാള് മാത്രമല്ല ഉണ്ടാവുക, പലരും ഉണ്ടാകും. പിന്നെ ഉള്ള മെറ്റീരിയൽസ് എല്ലാം റിയാലിറ്റി നേച്ചറുമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കും. പലപ്പോഴും കുട്ടികളെ പുറത്ത് വാട്ടർ പ്ലേ ഏരിയയിലും സാൻഡ്പിറ്റ് ഏരിയയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ഫ്രീഡം ഇമ്പോർട്ടന്റ് ആണ്. ആരെ വെച്ച് നോക്കിയാലും ഫ്രീഡം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിക്ക് അവനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും ഫ്രീ ആക്കി വിടുമ്പോൾ, അല്ലെ? അതേസമയം നമ്മൾ ഫ്രീഡം കൊടുക്കാതിരിക്കുമ്പോൾ ആ ഒരു എക്സ്പ്രസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും. ഇത് കുട്ടിക്ക് അവനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അത് കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ആസ് എ ഫെസിലിറ്റേറ്റർ നമ്മൾ അതാണ് ചെയ്യുന്നത്. ആ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നു. അത് കുഞ്ഞിന്റെ സൈക്കിക് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. കുട്ടിയെ ഒബ്സർവ് ചെയ്യണം. ടീച്ചർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേണം. ആ ഒബ്സർവ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീ ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ നമ്മൾക്കറിയാം കുറേ കുട്ടികളുണ്ട് അങ്ങനെ മോണ്ടിസോറി എൻവയോൺമെന്റില് ശരിക്കും ഒരു ഫെസിലിറ്റേറ്റർ ഒന്നും അല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ 3 പേര് 4 പേരുണ്ടായിരുന്നു. കുട്ടികൾ ഒരു 12 പേരെ 15 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും പേർക്കാണ് അത്രയും സ്റ്റാഫ് എന്ന് ആലോചിക്കണം. കാരണം ആ ഒരു ഒബ്സർവേഷൻ ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാഫ് അധികം വരുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റ്. സാധാരണ ക്ലാസ് റൂം ആകുമ്പോഴേക്കും 30, 40 അല്ലെങ്കിൽ 20 തുടങ്ങിയുള്ള കുട്ടികൾക്കെല്ലാം ഒരു ടീച്ചറാണ്. നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടില്ല. നമുക്കറിയില്ല
ഏത് കുട്ടിക്ക് എന്താണ് നീഡ്സ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതൊക്കെ അതിന്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. പക്ഷെ അതിലൊന്നും മാറ്റങ്ങളൊന്നും കാര്യമായി വന്നിട്ടുമില്ല. ശരി, 20 കുട്ടികളെയൊക്കെ നമുക്കൊരു ക്ലാസ്സിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ രീതിയിലുള്ള പഠിപ്പിക്കലാകുമ്പോൾ അത് ഏത് ഹയർ ലെവലിലേക്ക് പോകുമ്പോഴും 20 സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിലുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. കുട്ടികൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആകും. ഇത് കുറെ കുട്ടികൾ ശ്രദ്ധിക്കില്ല, ടീച്ചർ അവരെ ശ്രദ്ധിക്കില്ല, അങ്ങനെയുള്ള രീതിയിൽ ക്ലാസ് പോകും. ഓക്കെ, ഈ ചില അർജസ്, ഒരു ത്വര എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ഇന്നർ ഗൈഡ് ഉണ്ട്. സംതിങ് ഈസ് ഗൈഡിങ് ദിസ് കിഡ്. നമുക്കുണ്ടല്ലേ, നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മൾ ജനിച്ച ഉടനെ നമുക്ക് ഈ ഒരു പൊട്ടൻഷ്യൽ ഇല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കുറച്ചും കൂടെ അങ്ങ് വളർന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ പൊട്ടൻഷ്യൽ പുറത്തേക്ക് എക്സ്പ്രസീവ് ആയിട്ട് വരുന്നത്. നമ്മൾ ഓരോ കാര്യം തന്നെ ചെയ്യുന്നത്. കുട്ടി ചെയ്യുന്ന ഓരോ കാര്യം, അവന്റെ ഓരോ ഡെവലപ്മെന്റിലും ഈ ഇന്നർ ഗൈഡിന്റെ സപ്പോർട്ട് ഉണ്ട്. അത് ഡയറക്റ്റ് ചെയ്യുന്നു കുട്ടിയുടെ ഗ്രോത്തിന്. എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ആ രീതിയിലുള്ള എൻവയോൺമെന്റ് ആണ് മറിയ മോണ്ടിസോറിയുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ആ ഫ്രീഡം എന്ന് പറയുന്നതും അത് തന്നെയായിരിക്കണം. കുട്ടിക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് റഫ് റൂഡ് ആക്ട്സ് ഒന്നും മറ്റുള്ളവരെ ഇടിച്ചിട്ടിട്ട് പോവാനോ ഓടി ഇറങ്ങി പോവാനോ ആ രീതിയിലല്ല. അതുകൊണ്ടാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ പല ഭാഗങ്ങളും വരാന്തകളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലോസ്ഡ് ക്ലാസ് റൂംസ് അല്ല, കുറെ വരാന്തകളായിട്ട് കണക്ട് ചെയ്യും. ഔട്ട്ഡോറിലേക്ക് കുട്ടിക്ക് പോകണോ അങ്ങനെ പോവാം, മ്യൂസിക്കൽ ഏരിയയിലേക്ക് പോകണോ, അങ്ങനെ എല്ലാ ഏരിയയുമായിട്ടും കണക്ട് ചെയ്യാനായിട്ട് ചില ഇടനാഴികൾ പോലെയുണ്ട്, വരാന്തകളുണ്ട്. ഈ നമ്മൾ പറഞ്ഞ ഫ്രീഡം കൊടുക്കുന്നുണ്ടെങ്കിലും ബട്ട് ദർ ഈസ് സം ലിമിറ്റേഷൻസ് ഫോർ ദ ഫ്രീഡം. ദാറ്റ് ഈസ് എന്തും ചെയ്യാം എന്ന് കരുതി അങ്ങനെയുള്ള രീതിയിലല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്, മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെല്ലാം ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് റെസ്പെക്ട് ഫോർ അതേഴ്സ്, റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്, റെസ്പെക്ട് ടു ദ എൻവയോൺമെന്റ്, റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റിലെ മാറ്റാണ്. നമുക്കറിയാം, ഒരു മാറ്റ് വിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ ആ മാറ്റിൽ ഈ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും കുട്ടി ആക്ടിവിറ്റി ചെയ്യുന്നത്. അവിടെ നിന്നും അത് മൂവ് ചെയ്യില്ല, അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ അവൻ ആ ആക്ടിവിറ്റീസ് ചെയ്യണം. അവന് കൊടുത്തിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ട് ലവിങ് ആയിട്ട് കൊടുത്തിട്ടുള്ള റൂൾ ഇതാണ്: ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ്, അതായത് മെറ്റീരിയൽസ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം നീ പോയി മാറ്റ് എടുക്കണം. അങ്ങനെ വളരെ ലവിങ് ആയിട്ടൊരു ഇൻസ്ട്രക്ഷൻ, അതൊരു റൂളാണ്. പക്ഷെ അത് അവൻ ഒബേ ചെയ്യും, കാരണം അവന് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ആ മാറ്റ് പോയി എടുത്തിട്ട് അത് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല. സോ റെസ്പെക്ട് ഫോർ അതേഴ്സ്, റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ്, റെസ്പെക്ട് ടു ദി എൻവയോൺമെന്റ്, ഇതെല്ലാം നടക്കും. സറൗണ്ടിങ്സിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഹി ഈസ് റെസ്പെക്ടിങ് ഓൾ ദ തിങ്സ്. ആ ഒരു രീതിയിൽ വരും. അതെല്ലാം തന്നെ ഒരു മേഴ്സി, കട്സി, അതെല്ലാം അവരിനെ തന്നെ ഡെവലപ്പ് ചെയ്യുവാണ്. ഇപ്പോ കയ്യിൽ കിട്ടിയ മെറ്റീരിയൽസ് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ തിരിച്ച് ഷെൽഫിൽ വെക്കണം. അത് ഒരു റൂൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഷെൽഫിൽ വെക്കണമെങ്കിൽ ഹി വിൽ ഡെഫിനറ്റ്ലി ടേക്ക് കെയർ ഓഫ് ദാറ്റ് മെറ്റീരിയൽസ്. ഞാൻ ചെയ്തത് അതുപോലെ തന്നെ എനിക്ക് കൊണ്ടുവയ്ക്കണം. സോ അങ്ങനെ അത് അവനിലേക്ക് കൊടുക്കുന്ന രീതി വളരെ സ്നേഹത്തോടെയാണ്. അപ്പൊ അവനത് യെസ്, അത് ഞാൻ ചെയ്യണം, കാരണം ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വന്നതല്ലേ. അപ്പൊ അതാണ് അവൻ ആ ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ എന്നുള്ളത് അവൻ ചെയ്യില്ല. അവൻ ആ മെറ്റീരിയൽസ് നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് കൊണ്ടുവയ്ക്കും. സോ ഹി വിൽ റെസ്പെക്ട്. ഞാൻ ചെയ്തു, ആ ഒരു ഫീൽ എന്തായാലും വരും, ഞാൻ അത് ചെയ്യണം, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയും വരും. ആ ഒരു ഫീലും വരുമ്പോ ഡെഫിനറ്റ്ലി അവൻ അവനെ തന്നെ റെസ്പെക്ട് ചെയ്യണം. പിന്നെ നമുക്കറിയാം, എല്ലാ കുട്ടികൾക്കും ഒരുപോലുള്ള സ്പീഡ് ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് തീർക്കുമായിരിക്കും. പക്ഷെ സെയിം ആക്ടിവിറ്റി തന്നെ വേറൊരു കുട്ടി ചെയ്യുമ്പോൾ ഹാഫ് ആൻ അവർ എടുക്കുമായിരിക്കും. ഓരോ കുട്ടിക്കും അവരുടെ പേസ്, അവരുടെ സ്പീഡ്, അവരുടെ ഓൺ റേറ്റ് എന്താണോ അതിനുള്ള ഫ്രീഡം അവിടെ കിട്ടുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സാധാരണ ക്ലാസ് റൂമുകളിൽ സംഭവിക്കുന്നത് എന്താ, ടീച്ചർ ഒരു പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്യാനായിട്ട് കൊടുക്കും. കുറച്ച് കുട്ടികൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ടീച്ചർ ബോർഡിൽ അതിന്റെ ക്വസ്റ്റ്യനോ വട്ടവർ എഴുതി അത് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. അപ്പൊ കുറെ കുട്ടികള് അവർക്ക് അറിയായിരിക്കും ആൻസറിലേക്ക് എത്താറായി, പകുതി സ്റ്റെപ്പിലേക്ക് എത്തുമ്പോഴായിരിക്കും അത് അവിടെ തീർന്ന് അടുത്ത ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടിയുടെ ആ ഒരു ഇത് അവിടെ സ്റ്റോപ്പ് ആകുക. അതേസമയം മോണ്ടിസോറി എൻവയോൺമെന്റിൽ എല്ലാ കുട്ടികൾക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുവാണ്. അവരുടെ
പേസിൽ തന്നെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. അവരുടെ ഓൺ റേറ്റിൽ എന്താണോ അവരുടെ സ്പീഡ്, ആ ഒരു സ്പീഡിൽ തന്നെ അവർക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അവിടെ കോമ്പറ്റീഷൻ ഇല്ല, റിവാർഡ്സ് ഇല്ല, അവർക്ക് ആ എൻവയോൺമെന്റിൽ വേണ്ടുന്ന ഫ്രീഡം കിട്ടുന്നു അത് ക്ലാസ് റൂമിൽ ചെയ്യാനായിട്ട്. ഇതാണ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. കുട്ടികൾക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കുന്നു ഇൻ മെനി ആസ്പെക്ട്സ്. ഈ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ചെയ്യുമ്പോഴാണ് റെസ്പെക്ട്. ആ മാറ്റ് കൊടുക്കുമ്പോൾ തന്നെ അതിലെല്ലാ കൺസെപ്റ്റുകളും വരുന്നുണ്ട്. മെറ്റീരിയൽസിനെ റെസ്പെക്ട് ചെയ്യുന്നു, അവനവനെ റെസ്പെക്ട് ചെയ്യുന്നു, അവിടെ നിന്ന് ഓടിച്ചാടി പോകുന്നില്ല, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നില്ല, അപ്പൊ റെസ്പെക്ട് അതേഴ്സ് എല്ലാം വരും. ഈ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, കുട്ടികൾക്ക് ആ ക്ലാസ് റൂമിൽ അവർക്ക് ഇഷ്ടമുള്ളത് പോലെ മൂവ് ചെയ്യാം. പക്ഷേ ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം മൂവ് ചെയ്യാം. ഇവിടെ വർക്ക് പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊന്നുമില്ല ക്ലാസ് റൂമിൽ. നമുക്ക് സാധാരണ സ്കൂളുകളിലെ ക്ലാസ് പീരീഡ് പോലെ 40 മിനിറ്റ്സ് ഈ ഒരു സബ്ജക്ട്, അടുത്ത 40 മിനിറ്റ്സ് അടുത്ത സബ്ജക്ട്, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇവിടെ എങ്ങനെയും അത് ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെയും അവർക്ക് പോകാം. ഇൻസൈഡ് ഔട്ട്സൈഡ്, പുറത്തു പോയി അവർക്ക് കളിക്കണം, അങ്ങനെ പോകാം. പിന്നെ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവരതിൽ കോൺസെൻട്രേഷനോട് കൂടി അവർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ട്രഡീഷണൽ സ്കൂളിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച്, കുട്ടിക്ക് സംസാരിക്കാം. ഈച്ച് അതർ ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്യണോ അങ്ങനെ ഒരുമിച്ച് ചെയ്യാം, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അവരെ ഫോഴ്സ് ചെയ്യുന്നില്ല പലപ്പോഴും പല കാര്യങ്ങൾക്കും. ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, ഷെയർ ചെയ്യാം മറ്റുള്ളവരുമായിട്ട്. അങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ രീതിയിലും ഗ്രൂപ്പ് ഡൈനാമിക്സും അവിടെ നടക്കുന്നുണ്ട്. അവിടെ അങ്ങനെ, കാരണം അവിടെ കോമ്പറ്റീഷൻ ഇല്ല. മറ്റേ ആള് ചെയ്യുന്നതിന് മുമ്പ് തീർക്കണമെന്നോ ആ രീതിയിലുള്ള കോമ്പറ്റീഷൻ ഒന്നും അവിടെ ഇല്ല. ചിലപ്പോ ടീച്ചേഴ്സ് ബൈ മിസ്റ്റേക്ക് അങ്ങനെ ഒരു കമന്റ് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ. വേഗം ചെയ്തു, അവനിപ്പൊ നിന്നേക്കാളും മുമ്പ് തീർക്കും. ആ രീതിയിലുള്ള കോമ്പറ്റീഷൻ ഒന്നും ഇവിടെ ഇല്ല. ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചില ടീച്ചർമാർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അവർ പറഞ്ഞു. ഇവിടെ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള കോമ്പറ്റീഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഏത് ഗ്രൂപ്പിലും മേർജ് ചെയ്യാനായിട്ട് പറ്റും, ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെൽപ്പ് അവരിൽ നിന്ന് വരും. അപ്പം ആ റൂൾസ് അവര് ഫോളോ ചെയ്യുന്നത് പേടിച്ചിട്ടോ ഒന്നുമല്ല, ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു ലവിങ്, ആ ഒരു ഫീല് അവർക്ക് അവിടെ ഉണ്ടാവും. പിന്നെ മറ്റുള്ളവരെ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുക, അത് ശരിക്കും മോണ്ടിസോറി സ്കൂളിൽ ചെന്നപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാട്ടോ. ഒരു കുട്ടിയും വേറൊരു കുട്ടിയോ, ഇപ്പൊ സാർ ഇപ്പോ നമ്മളോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഓടി വന്ന് അവരെ വന്ന് ഇന്ററപ്റ്റ് ചെയ്യില്ല, എനിക്കിത് വേണമെന്ന് അങ്ങനെയൊന്നും പറയില്ല. അവർ വെയിറ്റ് ചെയ്യുന്നങ്ങൾ. അതൊക്കെ അവർക്ക് ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് തന്നെ കിട്ടുന്ന ക്വാളിറ്റീസ് ആണ്. ഓക്കെ, പിന്നെ ഫ്രീഡം ടു ഗ്രോ. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അവർക്ക് അവരുടെ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്ത് അവർക്ക് അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റും വളരെ ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. എന്താ പറയാ, നാച്ചുറൽ ആയിട്ട് നടക്കുന്നു. ഓൺ മെന്റൽ എബിലിറ്റീസ് ആണെങ്കിലും ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നാച്ചുറൽ ആയിട്ട് നടക്കും. പിന്നെ അവിടെയുള്ള മെറ്റീരിയൽസ് എല്ലാം കുട്ടികൾക്ക് ഇങ്ങനെ അവരുടെ നാച്ചുറൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് പറഞ്ഞല്ലോ, അവരോട് വളരെ ലവിങ് ആയിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം. അവരിൽ നിന്നും അവരെന്താണോ കാണുന്നത് അത് തന്നെയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അവരിൽ നിന്ന് വരുന്നതും അത് തന്നെയാണ്. അവരും അതുപോലെ തന്നെ ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. അവര് മറ്റുള്ളവരോട് ഇഷ്ടത്തോടെ അതുപോലെ തന്നെ അവരെ ഇഷ്ടപ്പെടുന്നു ആ ഒരു രീതിയിൽ. അൺകണ്ടീഷണൽ ലവ് ആണ് അവിടെ നടക്കുന്നത്. അതിനുള്ള റൈറ്റ്സ് കുട്ടികൾക്ക് ഉണ്ടല്ലേ. ചിൽഡ്രൻ ഹാവ് ദ റൈറ്റ് ടു ലവ് ആൻഡ് ലവ്ഡ് അൺകണ്ടീഷണലി. അപ്പോ അങ്ങനെ കുട്ടികളെ ഒരു വ്യത്യാസവും ഇല്ലാതെ, ഒരു ക്വസ്റ്റ്യനിങ്ങും ചെയ്യും, എല്ലാ കുട്ടികളെയും ഒരുപോലെ ലവ് ചെയ്യുമ്പോൾ അവർക്ക് കുട്ടികളെ എന്നല്ല ഏതൊരു മനുഷ്യനും സ്നേഹം കിട്ടുമ്പോ അതിന്റെ അർത്ഥം യെസ് ഞാൻ അവർക്ക് ആരോ ആണ്, അങ്ങനത്തെ ഫീൽ അല്ലേ, വാല്യൂഡ് ആൻഡ് റെസ്പെക്റ്റഡ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരാളെ കെയർ ചെയ്യുമ്പോൾ, ഒരാളോട് നല്ല സ്നേഹം കാണിക്കും, അയാള് മനസ്സിലാവും ഈ ലോകത്ത് ഞാൻ എന്തോ ആണ്, അതുകൊണ്ടാണല്ലോ എനിക്ക് ഇതുപോലുള്ള കൺസേൺ കിട്ടുന്നത്. അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരും തിരിച്ച് അതുപോലെ തന്നെ സ്നേഹം കാണിക്കും, കുട്ടികളെ പ്രത്യേകിച്ച്. ഫ്രീഡം ഫ്രം ഡേഞ്ചർ.
സേഫ്റ്റി ഒരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. കാരണം ഇവിടെ കുട്ടികൾക്ക് എല്ലാം ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് അവര് ലെമണേഡ് ഉണ്ടാക്കുമ്പോൾ അതിന് ലെമൺ കട്ട് ചെയ്യണം അല്ലെ, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നു, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നു. അപ്പൊ ദർ ഇസ് എ ചാൻസ് ഓഫ് ഡേഞ്ചർ. ഇവർക്ക് അതിനുള്ള ഒരു ഫ്രീഡം കൊടുത്ത് നമ്മളുടെ ഒബ്സർവേഷനിൽ നമ്മളത് ചെയ്യിക്കുമ്പോൾ ആ ഡേഞ്ചറിൽ നിന്നും അവർക്ക് ആ ഒരു പേടി മാറും. അല്ലെങ്കിൽ എത്ര വലുതായാലും കത്തിയെടുക്കാനും ഇതെടുക്കാനും എല്ലാം അവർക്ക് പേടിയായിരിക്കും. ഇപ്പൊ ഗ്ലാസ് ബോട്ടില് ക്യാരി ചെയ്ത് അത് വെക്കേണ്ട ഷെൽഫിൽ വെക്കണം. നീ എടുക്കേണ്ടത് എടുത്തു കഴിഞ്ഞാൽ താഴെ വീണ് പൊട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പേടിയായിരിക്കും. അപ്പൊ അതേസമയം നമ്മൾ അതെങ്ങനെ ക്യാരി ചെയ്യണം എന്നൊരു ഇൻസ്ട്രക്ഷൻ കുട്ടിക്ക് കൊടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവനത് ശരിയായ രീതിയിൽ തന്നെ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ്, പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ്. കാരണം ഫ്രീഡം ഉണ്ട്, ഏത് മെറ്റീരിയൽസും പോയി ഫ്രീ ആയിട്ട് എടുത്ത് ചെയ്യാം എന്നുള്ള രീതി തന്നെ അല്ല. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലും ആ ഒരു നൈഫ് ഹോൾഡ് ചെയ്യേണ്ടതും കട്ട് ചെയ്യേണ്ടതും അത് ശരിയായ രീതിയിലുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഏത് മെറ്റീരിയൽസ് അവരെടുക്കുമ്പോഴും അതിന്റെ ഒരു ഡെമോ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് യൂസ് ചെയ്യുമ്പോൾ, കത്തി യൂസ് ചെയ്യുമ്പോൾ, മൈക്രോവേവ് ഓവൻ യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് തന്നെ ആദ്യം നമ്മളൊരു ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ അങ്ങനെയാവുമ്പോൾ അവർ കറക്റ്റ് വേയിൽ തന്നെ അതെല്ലാം യൂസ് ചെയ്യും. അവരുടെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് നമ്മളെ പോലെ അശ്രദ്ധമായി ഒരിക്കലും അവരത് ചെയ്യില്ല. അങ്ങനെ ഫ്രീഡം ഫ്രം ഡേഞ്ചർ അത് വരും. ഇനി കുട്ടിക്ക് കത്തി കൊടുത്തിട്ട് ടീച്ചർ വല്ല വഴിക്കും പോവല്ല, അത് കൊടുത്തിട്ട് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ആ ഒരു കേപ്പബിലിറ്റി എത്രത്തോളം വേണം എന്നൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ശ്രദ്ധയൊന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വളരെ വിഷമിച്ചു പോകും അല്ലെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡാമേജ് വരാതെ നോക്കണം. അതൊക്കെ കുട്ടി പിന്നെ ഒരു ട്രോമ പോലെ ആയിരിക്കും, പേടിയായിരിക്കും അങ്ങനെയുള്ളതൊക്കെ പിന്നെ നോക്കാനായിട്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു ടീച്ചറിന്റെ. പിന്നെ ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. നമ്മൾ പറഞ്ഞു ഇവിടെ കോമ്പറ്റീഷൻ പരസ്പരം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല എന്ന് പറഞ്ഞു. കുട്ടിക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം. അവിടെ എന്താ പറയാ, കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. ആർട്ടിഫിഷ്യലി അങ്ങനെ കോമ്പറ്റീഷൻ, അതായത് നീ ഇത് ചെയ്താൽ നിനക്ക് അത് തരാം, ഇത് പൂർത്തിയാക്കുവാണെങ്കിൽ ഇങ്ങനെ തരാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില റിവാർഡ് പണിഷ്മെന്റ് ഒന്നും മോണ്ടിസോറി ക്ലാസ് റൂമുകളിലില്ല. ചെയ്തില്ലെങ്കിൽ നിനക്ക് ഇത്ര ഡിപ്പോസിഷൻ എഴുതണമെന്നോ അല്ലെങ്കിൽ ക്ലാസിന്റെ പുറത്ത് കൊണ്ട് നിർത്തുന്നു, അങ്ങനത്തെ രീതിയിലുള്ള പണിഷ്മെന്റും മോണ്ടിസോറി ക്ലാസ് റൂമുകളിലില്ല. അപ്പോ അങ്ങനെ വരുമ്പോ ഈ റിവാർഡ്സും എന്നാലൊരു അപ്രൈസലൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. കൊച്ചു കുട്ടികൾക്ക് ചെറിയ സ്റ്റാർ ഒക്കെ വരച്ചു കൊടുക്കുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു അപ്രൈസൽ കൊടുത്താലും മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് വോണ്ട് ഹേർട്ട് ദ ഫീലിങ്സ് ഓഫ് അതർ കിഡ്സ്. മറ്റു കുട്ടികളുടെ ഫീലിങ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യരുത്, അപ്രൈസൽ കൊടുക്കരുത്. അതാണ് ശരിക്കും വേണ്ടത്. അതൊരു ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ അത് വളരെ അത്യാവശ്യം തന്നെയാണ്. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ. കുട്ടികൾക്കും ഫീൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അതേസമയം ടീച്ചേഴ്സിനും ഫീൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരു ടീച്ചറെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഉള്ളതായിരിക്കും, മറ്റു ടീച്ചേഴ്സിനും ആ ഒരു ആക്സെപ്റ്റൻസ് പലപ്പോഴും അത്രയ്ക്ക് വളരെ ടീച്ചർമാരും അല്ലെ ആ ഒരു ആക്സെപ്റ്റൻസ്, അതായത് എന്റെ കൂടെ എന്റെ കൊളീഗ് ആണല്ലോ, ആൾക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് ചിന്തിക്കാനുള്ള വിശാല മനസ്കത വേണം അല്ലെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ പതുക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും അത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അപ്രീസിയേഷൻ ഒക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള പ്രൈസസ് ഈ കൊടുക്കുന്നതും പണിഷ്മെന്റ്. അപ്പൊ പ്രൈസ് കൊടുക്കുമ്പോൾ പിന്നെ ആ ഒരു മത്സരബുദ്ധി ഭയങ്കരമായിട്ട്, നമ്മൾ ആ ഹെൽത്തി കോമ്പറ്റീഷൻ എന്നുള്ള മൈൻഡാണ് ശരിക്കും കുട്ടികൾക്ക് വേണ്ടത്. ആ ഒരു മത്സരബുദ്ധി ഭയങ്കരമായിട്ട് കൂടും. ഈ കുറെ ക്രൈം ഒക്കെ നടന്നിട്ടുണ്ടല്ലോ. കാരണം വെച്ചാല് ഞാൻ കണ്ടത് നടന്ന കഥയും കണ്ട, നോർത്തില് +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വളരെ അടുത്തൊരു സുഹൃത്തിനെ എന്തോ ഷാർപ്പ് എഡ്ജുള്ള കത്തിയാന്ന് തോന്നുന്നു, അത് വെച്ചിട്ട് വാഷ്റൂമിൽ വെച്ച് കൊന്നു, മാർക്ക് കൂടുതൽ കിട്ടിയതിന്. അത് ഭയങ്കര കൂട്ടായിരുന്നു ഇവര്, മാർക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പാരന്റ്സ് ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. പാരന്റ്സ് ഒരുമാതിരി എന്താ പറയാ,
ദേഷ്യപ്പെട്ടു. അതായത് പരീക്ഷയ്ക്ക് നിനക്ക് അവളേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ നിന്നെ ശരിയാക്കും, ആ ഒരു രീതിയിൽ പറഞ്ഞു. അപ്പൊ ആ ഒരു സ്ട്രെസ്സില് ആ കുട്ടിക്ക് ഇവളേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയപ്പോൾ വാഷ്റൂമിലേക്ക് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു കത്തി വെച്ച് അവളെ സ്റ്റാബ് ചെയ്ത് അങ്ങനെ കുട്ടി മരിക്കുന്നതോ അങ്ങനെ എന്തോ ആണ് ആ ഒരു സീൻ. അത് നോർത്തിൽ എവിടെയോ സംഭവിച്ചൊരു കഥ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുട്ടികളുടെ ചില ഇമോഷൻസിൽ മാറ്റങ്ങൾ നമ്മൾ നല്ല പാരന്റ്സും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. മാം, ഇപ്പൊ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഒക്കെ നടത്തുമ്പോഴൊക്കെ ഇല്ലേ, എല്ലാ കുട്ടികൾക്കും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന ഒരു നല്ല എല്ലാ കുട്ടികൾക്കും ഒപ്പം കിട്ടുകയും ചെയ്യുമല്ലോ. അതെ, അതൊരു നല്ല ഇതാണ്. യെസ്. നമുക്ക് ഒരു കുട്ടിയെ മാത്രം നമ്മൾ അങ്ങനെ ഇതാക്കുമ്പോ അതും ഒരു ഇതാണ് അല്ലേ. ഓക്കെ, പങ്കെടുത്ത എല്ലാ അത് കുട്ടികളും ഇന്നലെ എന്നോട് എന്റെ മോള് ചോദിച്ചു, അതെന്താ ഇവളുടെ സ്കൂളിൽ ഇപ്പം കലാഞ്ജലി എന്ന് പറയുന്ന പ്രോഗ്രാമിനോട് കുട്ടികളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, അതെന്താ ഉമ്മ എന്നെ പാട്ടിന് സെലക്ട് ചെയ്യാതെ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അല്ല എനിക്ക് കുഴപ്പമുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ കുഴപ്പമുണ്ടാവേണ്ട ആവശ്യമില്ല മോളെ, എല്ലാരെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒന്നോ രണ്ടോ കുട്ടികളെ മാത്രല്ലേ. അപ്പൊ അതൊന്നും വലിയ കാര്യമാക്കണ്ട. പക്ഷെ അവർക്ക് അത് ഭയങ്കര ഞാൻ പറഞ്ഞു അതിന്റെ ഒന്നും കുഴപ്പമില്ല, നമുക്ക് എഴുതുന്നതിൽ അല്ലെ നീ പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തോ, അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. മോക്ക് സ്പോർട്സിലായിരിക്കും കുറച്ചുകൂടി, അവള് നന്നായിട്ട് ഓടും ചാടും ഒക്കെ ചെയ്യും. മോക്ക് ഓടാനും ആക്കാനും ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ അതിലേക്ക് മോള് മാറിക്കും, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്താൽ മതി. അവരുടെ കേപ്പബിലിറ്റി എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. എല്ലാവർക്കും പാടാനും എല്ലാവർക്കും ഡാൻസ് ചെയ്യാൻ പറ്റിണ്ടാവില്ലല്ലോ. അത് അവർക്ക് മനസ്സിലാവും. ആ ഒരു പെട്ടെന്ന് എന്നെ ഇതാക്കിയല്ലോ അങ്ങനെ ഒരു തോന്നൽ വന്നതുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള പ്രൈസസ് പണിഷ്മെന്റ് ഒക്കെ ഒഴിവാക്കാം. മീൻസ് അത് അവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അപ്രൈസൽ അത് കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ചെറിയ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് ആ ഒരു രീതിയിൽ അങ്ങനെയും കൊടുക്കും. കാരണം ടീച്ചേഴ്സ് പലപ്പോഴും ഇങ്ങനെ സ്റ്റാർ ഒക്കെ ഇടും. അങ്ങനെ അവർ എന്ത് വർക്ക് ചെയ്താൽ ചിലപ്പോൾ തെറ്റിയാലും അവരവിടെ ഒരു സ്റ്റാർ ഒക്കെ ഇട്ട് കൊടുക്കും എല്ലാ കുട്ടികൾക്കും അല്ലേ. മാം, എന്റെ മോന്റെ ക്ലാസ്സില് ലാസ്റ്റ് ഇയർ തീർന്നപ്പോ എല്ലാവർക്കും ഓരോ സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഓരോരുത്തർക്കും. എന്റെ മോന് കിട്ടിയത് ബെസ്റ്റ് ഡാൻസർ അവാർഡായിരുന്നു. അങ്ങനെ വേറൊരു കുട്ടിക്ക് കിട്ടിയത് മാത്സിൽ അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അപ്പം അതിന്റെ വെച്ച് ഒരു കുട്ടിക്ക് ബെസ്റ്റ് ലീഡർ അവാർഡ്. അങ്ങനെ എത്ര കുട്ടികളുണ്ടോ എല്ലാ കുട്ടികൾക്കും ഓരോ സർട്ടിഫിക്കറ്റ് വെച്ച് കിട്ടി. എല്ലാരും ഹാപ്പി. ശരി, അതാണ്. ഓക്കെ, പിന്നെ നമ്മൾക്ക് കുട്ടികളോട് ഇങ്ങനെ ഭയങ്കര ആധികാരികമായി പറയാൻ പറ്റില്ലല്ലോ. പാർട്ടിസിപ്പേഷൻ ആണ് പ്രധാനം. അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രായമൊന്നും അവർക്ക് ആയിട്ടില്ലല്ലോ. പങ്കെടുക്കുന്നതിലാണ് ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് പറഞ്ഞു. കാരണം അത്രയും അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഇതില്ല. എനിക്ക് കിട്ടിയില്ല അങ്ങനത്തെ ഒരു ഫീലേ വരുള്ളൂ കുട്ടികൾക്ക്. പക്ഷെ അത് ഇത് എന്താ പറയാ, മോനിങ്ങനെ സ്പോർട്സിന് ഇച്ചിരി അധികം അങ്ങനെ ആളുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ ഇച്ചിരി പ്രശ്നമുള്ള ഒരാളാണ്. ചെറുപ്പത്തിൽ കൂടുതലായിരുന്നു, ഇപ്പൊ പിന്നെ ഭേദമായി. സ്പോർട്സിന് പങ്കെടുത്തു. മിക്ക പെർമിറ്റ് ചെയ്യാം, അതായത് ഇത്ര ഐറ്റംസ് പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അതിനെല്ലാം ആള് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല, അതങ്ങ് പേര് കൊടുത്ത് പങ്കെടുത്തു. പക്ഷെ ഒന്നിനും പ്രൈസ് കിട്ടിയില്ല കേട്ടോ. അപ്പൊ വൈകിട്ട് വന്നു, വലിയ വിഷമമൊന്നുമില്ല. പക്ഷെ എന്നോട് പറഞ്ഞേ, വന്നതേ എന്നോട് പറഞ്ഞു എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. നമസ്കാരമില്ല, നീ നല്ലപോലെ ഓടിയില്ലേ ചോദിച്ചു. ഓടി എന്ന് പറഞ്ഞു. പക്ഷെ എന്ന് കിട്ടിയില്ല എന്ന് കരുതി അടുത്ത സ്പോർട്സ് വന്നപ്പോ പങ്കെടുക്കാതിരുന്നില്ല, വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനത്തെ അത് അവരിൽ തന്നെ വരും. അതിപ്പം ടീച്ചേഴ്സും ആ രീതിയിലായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. കിട്ടാത്ത കുട്ടികളെയും അവര് നല്ലപോലെ എന്താ പറയാ അപ്ലോസ് കൊടുക്കുന്നുണ്ടാവും, കൈ അടിക്കുന്നുണ്ടാവും. നമ്മൾ വീട്ടിൽ വരുമ്പോഴും അത്. അപ്പം എവിടെ നിന്നും ഒരു പ്രഷർ വരുന്നില്ല. അതുകൊണ്ടായിരിക്കും കുട്ടി അങ്ങനെ നാച്ചുറലി അങ്ങനെ ആയത്. ശരിക്കും അതാണ് എൻവയോൺമെന്റിൽ നിന്നാണ് ആ ഒരു ക്വാളിറ്റീസ് കുട്ടികൾക്ക് ശരിക്കും കിട്ടേണ്ടത് തന്നെ. ഇത് നമ്മളുടെ ഒരു രീതിയിലൊക്കെ. എന്റെ മോള് ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, സെക്കൻഡ് ആയിരുന്നു അവളുടെ. പക്ഷെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിയുടെ പാരന്റ്സ് ഭയങ്കര മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ഭയങ്കരമായിട്ട് ഫിസിക്കലി ടോർച്ചർ ചെയ്യായിരുന്നു, നല്ലപോലെ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പൊ ഈ മോള് ശരിക്കും 8ാം ക്ലാസ് തുടങ്ങിയാണ് അത് സിവിയർ ആയത്. അതിനു മുമ്പൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ 8ാം ക്ലാസ് തുടങ്ങി ഭയങ്കര സിവിയർ ആയി. അങ്ങനെ വന്നപ്പോ ഈ എന്റെ മോളോട് പറയും, എന്റെ അമ്മ നിന്നെ ചിലപ്പോ വിളിച്ചു മാർക്ക് ചോദിക്കും, അപ്പൊ എനിക്ക് ഇത്രയാണ് മാർക്ക് കിട്ടിയേക്കണേ, ഞാൻ നിന്റെ മാർക്ക് ഇത്രയാണ് പറയുന്നതെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും. അപ്പൊ അമ്മ ചോദിക്കുമ്പോ ഈ മാർക്ക് പറയണം. അതായത് അവൾക്ക് കിട്ടിയ മാർക്കിനേക്കാൾ കുറച്ച് മാർക്ക് ആക്കിയിട്ട് ഇവളുടെ കയ്യിൽ സ്ലിപ്പ് കൊടുക്കും.
അപ്പം ചോദിക്കുമ്പോ ഇത്രയാ കിട്ടിയുള്ളൂ എന്ന് പറയണം. അപ്പം മോൾ അത് പറയും. കാരണം എന്താന്ന് വെച്ചാല് ശരിക്കുള്ള മാർക്ക് പറയുമ്പോ ഇവളെ അന്നത്തെ ദിവസം അടിച്ച് ഭയങ്കരമായിട്ട് അടി കൊടുക്കുന്ന പറയുന്നത്. അത്രയ്ക്ക് ആ കുട്ടിയെ ടോർച്ചർ ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള പാരന്റ്സും ഉണ്ട്, ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും അതിശയം. ഓക്കെ, സോ ദാറ്റ് ഇസ് അടുത്തതും കണക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്, ഫ്രീഡം ഫ്രം പ്രഷർ. എന്റെ മകളുണ്ട്, അവൾക്ക് എല്ലാ പരിപാടിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സ്കൂളിൽ എത്ര പരിപാടി ഉണ്ട് എല്ലാത്തിനും അവള് പേര് കൊടുത്തിട്ട് വരും. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഈ ശാസ്ത്രോത്സവം ഉണ്ടാവല്ലോ, അപ്പം എന്തിനെങ്കിലും പേര് കൊടുക്കണം എന്ന് ടീച്ചർ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു നിനക്ക് കയ്യിലാ, നീ എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾക്ക് വാശി പിടിച്ചിട്ട് അവൾ വെജിറ്റബിൾ പ്രിന്റിങ്ങിന് പേര് കൊടുത്ത്. എന്നിട്ട് യൂട്യൂബ് നോക്കിയിട്ട് അവൾ തന്നെ പഠിച്ചിട്ടല്ലേ ഇത്. 3ാം ക്ലാസ്സിലെത്തിയതേ ഉള്ളൂ. എന്നിട്ട് ടീച്ചറിനോട് പോയിട്ട് പറഞ്ഞോലു ഉമ്മ പറഞ്ഞിന് കൂടണ്ടാന്ന്. എന്നിട്ട് ടീച്ചർ എന്നെ വിളിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു, എന്തിനങ്ങനെ പിള്ളേരോട് പറയുന്ന, പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടതല്ലേ എന്നുള്ള പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ അവളെ സബ്ജക്റ്റിലേക്ക് സെലക്ട് ചെയ്തായിരുന്നു. അവള് യൂട്യൂബ് നോക്കിയിട്ട്. വെരി ഗുഡ്. അസ്രിഫ് അതിന്ന് പഠിച്ചു മോളുടെ ആ ഒരു ഡെഡിക്കേഷൻ. ശരിക്കും ഉമ്മ പറഞ്ഞത് കേട്ടോണ്ട് പുറകോട്ട് പോയിരുന്നെങ്കിലോ. അതന്നെ. ഇപ്പൊ എന്നിട്ട് മോണോ ആക്ടിന് കൂടണം എന്നിട്ട് മോണോ ആക്ട് പഠിക്കുന്നുണ്ട് യൂട്യൂബ് നോക്കിയിട്ട്. ചെയ്യട്ടെ. പ്രഷറൈസ് ചെയ്യരുത്. കാരണം നമുക്കറിയാം ഞെക്കി പഴുപ്പിച്ച പഴങ്ങൾക്കൊന്നും മധുരം ഉണ്ടാവില്ല എന്ന്. ഫ്രീഡം ഫ്രം പ്രഷർ, ഞെക്കി പഴുപ്പിച്ചതിനൊന്നും മധുരം ഉണ്ടാവില്ല. ഓൺ റേറ്റിൽ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ ചിലപ്പോൾ സ്പീഡ് കുറവായിരിക്കാം ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ലെറ്റം ഡു, അവർ ചെയ്യട്ടെ ആ ഒരു ഇതില്. കാരണം ആ 6 വയസ്സ് വരെ അങ്ങനെ ഒരു എൻവയോൺമെന്റിൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ അവര് വേറെ ഏതൊക്കെ നോർമൽ അക്കാദമിക് ലെവലിലേക്ക് പോയാലും അവർക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ അങ്ങനെ പെർമിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും തന്നെത്താനെ നാച്ചുറൽ ആയിട്ടൊന്നും വരില്ല. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്ക് നേരുക. കാരണം പാരന്റ്സ് പലപ്പോഴും പാരന്റ് പുള്ളിങ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. അവര് പറയുന്ന രീതിയിൽ കുട്ടി പഠിക്കണം അല്ലെങ്കിൽ വളരണം. ആ ഒരു ഇത് ഡോണ്ട് മാച്ച് ദ ഹോപ്പ് ഓഫ് അതേഴ്സ്, ആ ഒരു രീതിയിലല്ല. എല്ലാ കുട്ടികൾക്കും ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലാകുമ്പോൾ കുട്ടികൾക്കെല്ലാം നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. ഒരു കുട്ടി 1 മണിക്കൂർ എടുത്ത് ചെയ്യുന്നുണ്ടാവും ഒരു കാര്യങ്ങൾ, അതിനുള്ള ആ ഒരു അവസരം അവനവിടെ കിട്ടുക. മറ്റേ കുട്ടി ചിലപ്പോൾ അവന് 1/2 മണിക്കൂർ മതി, അത് കഴിയുമ്പോൾ അവൻ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ആ രീതിയിൽ ഓപ്പർച്യൂണിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കുട്ടികൾ പലപ്പോഴും ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ അവൻ തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്താ, ഞാൻ എന്തോ അച്ചീവ് ചെയ്തു, ആ ഒരു അക്കംപ്ലിഷ്മെന്റ്, ആ ഒരു ഫീല് അവന്റെ വരും. നമ്മളാണ് ഇനി ചെയ്തു കൊടുക്കുന്നെങ്കിൽ ഒരു ഷർട്ട് ഇടാനായിട്ട് അവൻ ഇടാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ട ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അവൻ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ കുട്ടി വരാറുണ്ടായിരിക്കും നമ്മളുടെ അടുത്ത്, അമ്മ ചെയ്തതാ അതാണ് എനിക്കിഷ്ടം. അതൊരു റാൻഡം ആയിട്ടുള്ള കാര്യമാണല്ലോ. അല്ലാതെ അവര് തന്നെ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അതിനെ തടഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോഴേക്കും അവനൊരു എന്തോ അച്ചീവ് ചെയ്ത ഫീൽ ഒന്നും വരില്ല, ഒരു അക്കംപ്ലിഷ്മെന്റ് വരില്ല. അതവന് ഭയങ്കര ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആ ഒരു രീതിയിൽ വരും. ഇവിടെ അവൻ തന്നെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു എംപ്റ്റിനെസ്സോ ഡിസാറ്റിസ്ഫാക്ഷനോ ഒന്നും അവനുണ്ടാവില്ല. അവന്റെ കേപ്പബിലിറ്റീസും അങ്ങനെ അതിന്റെ പ്ലസും മൈനസും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് അവൻ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ. അപ്പൊ നമ്മൾ ഈ സോട്ട് അനാലിസിസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടി തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ് അവൻ അവിടെ സ്പീഡ് അത്രയും കുറയുന്നത്, അല്ലെങ്കിൽ അവൻ 10 തവണ റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് അവനത് കറക്റ്റ് ആയത്. അപ്പം നമുക്ക് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് അവന്റെ ഡിഫക്ട്സും അവന്റെ കേപ്പബിലിറ്റിയിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കേപ്പബിലിറ്റീസ് എന്താന്നുള്ളത് മനസ്സിലാവും. ഈ സെൽഫ് നോളജിന്റെ ഡെവലപ്മെന്റ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതെല്ലാം ഒരു ഫ്രീഡം കൊടുക്കുമ്പോഴാണ്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഫ്രീഡം കൊടുക്കുമ്പോഴാണ് സെൽഫ് നോളജ്. തന്നെത്താൻ അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുവാണ്. തെറ്റുന്നത് അവർ കറക്റ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അവരുടെ നോളജ് ലെവല് മാറും. പിന്നെ സ്ട്രക്ചർ ആൻഡ് ഓർഡർ ആണ് അടുത്തത്. അതൊരു സെൽഫ് ജനറേറ്റഡ് ആണ്. കൗണ്ടർ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താനും ഉണ്ടാകുന്നത് സെൽഫ് ജനറേറ്റഡ് ആണ്.
ടേം 2 എക്സാമിന് മുമ്പ് ഈ ലെസണും 10ഉം കഴിയുന്നു തോന്നുന്നില്ല അല്ലെ? ഇനി അവധിയല്ലേ? നെക്സ്റ്റ് സ്ട്രക്ചർ ആൻഡ് ഓർഡർ. ഇതൊരു സെൽഫ് ജനറേറ്റഡ് ആണ്. ഫ്രീഡം കൊടുക്കുമ്പോൾ കുട്ടികളിൽ തന്നെ ജനറേറ്റ് ചെയ്തു വരുന്നതാണ് ഈ സ്ട്രക്ചർ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്. നമുക്കറിയാം മോണ്ടിസോറി ക്ലാസ് റൂമില് എല്ലാം ഇവർക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങളെല്ലാം എടുക്കാനും ഒക്കെ പറ്റും. ആ ഒരു ക്ലാസ് റൂമിൽ അവിടെ ഈ ക്ലാസ് റൂം എന്ന് പറയുന്നത് തന്നെ ഒരു മിനിയേച്ചർ വേർഷൻ, നമ്മളുടെ പുറത്തുള്ള ലോകത്തിന്റെ, നമ്മളുടെ യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത്. അതായത് ഇവര് 6 വയസ്സ് കഴിഞ്ഞ് പുറത്തെ ലോകത്തേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയാണോ അവർ ഈ ക്ലാസ് റൂമിൽ ചെയ്തത്, എന്തെല്ലാം ഷേപ്സുമായിട്ടും എന്തെല്ലാം ആക്ടിവിറ്റീസുമായിട്ട് അവർ കണക്റ്റഡ് ആയിരുന്നു, അവർ പരിചിതരായിരുന്നു. ഇവർക്ക് പുറത്തെ ലോകം കാണുമ്പോൾ ഇവർക്ക് ഒട്ടും ഒരു അപരിചിതത്വം തോന്നില്ല. കാരണം ആ ലോകത്തിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിരുന്നു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പിങ്ക് ടവർ അവർ ചെയ്യുന്നുണ്ട്, എല്ലാവരും പിങ്ക് ടവർ ചെയ്യുന്നുണ്ട്. അവർ പുറത്തു പോകുമ്പോൾ അതും അതിന്റെ അതേ ഷേപ്പിലുള്ള ഒരു ടവർ കാണുമ്പോൾ അവർക്ക് ഭയങ്കര അതിശയമൊന്നുമില്ല. വലിപ്പം ചിലപ്പോൾ കൂടുതലായിരിക്കാം, പക്ഷെ അവരുടെ ഉള്ളിലേക്ക് പിങ്ക് ടവറിന്റെ ആ ഒരു കൺസെപ്റ്റ് വരും, സ്റ്റെയേഴ്സിന്റെ കൺസെപ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ അവിടെ ഒരു വാട്ടർ പ്ലേ ഏരിയ ഉണ്ട് അവർക്ക്. അപ്പൊ ഒരു ബീച്ച് സൈഡിലേക്ക് പോകുമ്പോൾ അവർ ഓൾറെഡി വെള്ളത്തിൽ കളിച്ച് മണ്ണിൽ കളിച്ച് ആ ഒരു ശീലമുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാത്തിന്റെയും പുറത്തുള്ള ലോകത്തിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നടക്കുന്ന അവന്റെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും, അതിന്റെ ഓർഡർ മനസ്സിലാക്കും. അവിടെ ഒരു ചെടി നടുമ്പോ കുട്ടിക്കറിയാം, ഫസ്റ്റ് ആ വിത്ത് കുഴിച്ചിടുന്നു, മണ്ണിളക്കിയിട്ട് വാട്ടറിങ് ചെയ്യുന്നു, അതിനുശേഷം അതിന് സ്പ്രൗട്ട്സ് ഉണ്ടാകുന്നു, പുറത്തേക്ക് അതിന്റെ തളിരിലയൊക്കെ പുറത്തേക്ക് വരുന്നു. ആ വിത്തിന്റെ ആ ഒരു ഭാഗം, അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗം പുറത്ത് കാണാനായിട്ട് വെക്കും. പിന്നെ ഓരോ ദിവസം കഴിയുന്നവർ വലുതാകുന്നു. അപ്പൊ അതിന്റെ ഒരു ഓർഡർ കുട്ടിക്ക് മനസ്സിലാവും. പിന്നെ അവിടെ മെറ്റീരിയൽസ് എല്ലാം കുട്ടി തന്നെ എടുക്കുന്നത്. അപ്പോൾ എടുത്തു കഴിഞ്ഞത് ചെയ്യേണ്ട ഓർഡർ നമ്മൾ ഡെമോ കാണിച്ചു കൊടുക്കും. പിന്നെ അത് കുട്ടി ചെയ്ത് അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു. പിന്നെ തിരിച്ചതെല്ലാം തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അപ്പൊ പിന്നെ ഓർഡർ അറിയാം. പിന്നെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നാപ്കിൻസ് ഫോൾഡ് ചെയ്ത് വെക്കുക, മാറ്റ് റോൾ ചെയ്ത് വെക്കുക. അപ്പം പിന്നെ വെള്ളം വീണ് കഴിഞ്ഞാൽ തുടച്ചു കളയണം. ലെമണേഡ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഒരു സ്ട്രക്ചറും ഓർഡറും ആ ഒരു എൻവയോൺമെന്റിൽ തന്നെ കിട്ടും. അതേസമയം കുഞ്ഞിനെ കളിക്കാനായിട്ട് ടോയ്സ് നമ്മൾ തന്നെ പോയി എടുത്തോണ്ട് കൊടുക്കുന്നു. കുട്ടി കളിച്ചു കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോകും, അടുത്തിട്ട് നമ്മൾ തന്നെ തിരിച്ചു വെക്കുന്നു. കുട്ടിക്ക് അറിയില്ല, കളിച്ചത് മാത്രമേ അവന്റെ ഉള്ളിലുള്ളൂ. അതിന് മുമ്പ് ചെയ്യേണ്ടതും ശേഷം ചെയ്യേണ്ടതും അറിയില്ല. അതേസമയം കുട്ടിയെ കൊണ്ട് തന്നെ ഒരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ അവനോട് പോയി ഇഷ്ടമുള്ളത് എടുക്കാൻ പറയുന്നു, അവൻ എന്തെടുത്തു, കഴിയുമ്പോൾ നീ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാൻ പറയും. ഹി നോസ് ദ ഓർഡർ. അപ്പൊ അവനിലൊരു സ്ട്രക്ചർ ഒരു ഫോം ചെയ്യുന്നു, ഒരു ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു. ഇഷ്ടമുള്ളത് എടുത്തു, പക്ഷെ കഴിഞ്ഞിട്ട് തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവയ്ക്കണം, അവിടെ വലിച്ചെറിയരുത് എന്നുള്ളത് അവന്റെ ഉള്ളിൽ വരും. എൻവയോൺമെന്റിലെ പല കാര്യങ്ങളും മണ്ണുമായിട്ട് കണക്ട് ചെയ്തപ്പോ ചെയ്ത് നിൽക്കുന്നതാണെങ്കിലും ചെടി നടന്നതാണെങ്കിലും വെക്കാം, അതിനെ കുറിച്ചൊക്കെ ഒരു ഓർഡർ കുട്ടിക്ക് കിട്ടും. ആ ഒരു ഓർഡർ മനസ്സിലാകുമ്പോൾ അവന്റെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവനറിയാം നേച്ചറിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അറിയാം. അപ്പൊ നേച്ചറിനെ അവർക്ക് ആ ഒരു ട്രസ്റ്റ്, നമുക്ക് നമ്മളൊരു എൻവയോൺമെന്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മളുടെ പല ആവശ്യങ്ങൾക്ക് എടുത്തു കഴിയും. നമുക്കറിയാം നമുക്ക് വ്യക്തിയാണെങ്കിലും ആ ഒരു എൻവയോൺമെന്റ് ആണെങ്കിലും ട്രസ്റ്റ് അവരോട് ഫോം ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ എൻവയോൺമെന്റുമായിട്ട് ഒരു പോസിറ്റീവ് വേയിൽ തന്നെ ഇന്ററാക്ട് ചെയ്യാനായിട്ട്. പിന്നെ കുട്ടിയുടെ കാഴ്ചപ്പാട്, പെർസെപ്ഷൻസ്, അവൻ ചുറ്റും കാണുന്ന കാര്യങ്ങള്, അവന്റെ ഉള്ളിൽ ഒരു ഇമേജ് ഫോം ചെയ്യിക്കും, ഇന്റേണൽ ഇമേജ് ഉണ്ടാകും. പലപ്പോഴും ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കണക്ട് ചെയ്യും. അവന് പല ജോമെട്രിക്കൽ ഷേപ്സ് കൊടുക്കുമ്പോൾ അല്ലെ അതിൽ ആ കാണുന്ന ഷേപ്പുമായിട്ട് കണക്ട് ചെയ്ത് അവൻ കണ്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ നാളെ കാണാൻ പോകുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ അവന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ അവരിൽ ഒരു ഓർഡർ ഫോം ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് തന്നെ ആ ഒരു എബിലിറ്റി വരും, ഏത് മെറ്റീരിയൽസ് ഞാൻ ഇനി ചെയ്യണം എന്നുള്ള രീതിയിൽ ആ എബിലിറ്റി വരും. അല്ലാതെ തോന്നുന്നത് പോയി എടുക്കുന്ന ആ ഒരു ഇത് മാറും. ആ ഒരു സ്ട്രക്ചർ ഓർഡർ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം മാത്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പർ ഫെമിലറൈസേഷൻ, പിന്നെ കൗണ്ടിങ്. നമ്പർ എന്താന്ന് മനസ്സിലായാലാണ് 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യാൻ ഉള്ള ഇതിലേക്ക് അവർ വരും.
ഫസ്റ്റ് എന്താന്നുള്ള ഓർഡർ എല്ലാം ആദ്യമേ തന്നെ ഫോം ചെയ്യും. ഇതൊന്നും ആവാതെ ഒരു കുട്ടി ആദ്യം വന്ന് അഡീഷൻ സ്ട്രിപ്പ് ബോർഡ് എടുക്കുകയാണ്, അവൻ ശരിക്കും നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടില്ല, കൗണ്ടിങ്ങും ആയിട്ടില്ലെങ്കിൽ നമുക്ക് അത് വളരെ സ്റ്റെബിലൈസ്ഡ് മൈൻഡോട് കൂടി അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് ഇത് ചെയ്യാം, ഇത് ചെയ്യണതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതേസമയം ആ ഒരു എൻവയോൺമെന്റിൽ കുറച്ച് നാളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ ആ ഓർഡർ അവിടെ നിന്ന് തന്നെ മനസ്സിലാവും. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ വർക്കിലേക്ക് പോകേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പൊ മാത്തമാറ്റിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ തുടങ്ങുന്നത് അങ്ങനെ ഓരോ ഏരിയയിലും അത് തന്നെ. മെറ്റീരിയൽസിന് ഒരു പാർട്സും മിസ്സാകരുത് എന്നുള്ളതൊക്കെ വരും. അതൊക്കെ നമ്മൾ കൊടുക്കുന്ന റൂൾസ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഡെമോ കൊടുക്കുമ്പോഴൊക്കെ പലതും നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ നല്ല ഇതായിട്ട് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ അത് നിൽക്കും. എക്സസൈസിന് വരുമ്പോൾ അവന് ഓർമ്മയുണ്ടാവും ഇത്ര പീസ് അതിലുണ്ട്. ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അത് കഴിയുമ്പോൾ നോക്കും, എല്ലാ പീസസും ഇല്ലെന്ന് നോക്കിയിട്ടായിരിക്കും തിരിച്ചു കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ. പിന്നെ മറിയ മോണ്ടിസോറി എപ്പോഴും പറയുന്നത് റിയാലിറ്റി ആൻഡ് നേച്ചർ എല്ലാം റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. കുട്ടികളെ എപ്പോഴും റിയാലിറ്റിയും നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. അവരെ ഫാന്റസിയിലേക്ക് ഒരിക്കലും തള്ളിവിടരുത് എന്ന് മറിയ മോണ്ടിസോറി എപ്പോഴും പറയും. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതും റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ റോൾ പ്ലേ ഒക്കെ ചെയ്യിക്കുമ്പോൾ പല ഡോക്ടറും പേഷ്യന്റും ഡോക്ടറും നേഴ്സ് അങ്ങനെ അവർ കാണുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ ചുറ്റും. അങ്ങനെ റിലേഷൻഷിപ്പ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയെല്ലാം കുട്ടികളെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ വളർത്തണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് വെക്കാൻ പറ്റും. തേർഡിനായിരിക്കും ഇനി അടുത്ത ക്ലാസ് വരുന്നേ. തിങ്കളാഴ്ചയാണോ? തിങ്കളാഴ്ചയാണോ? തിങ്കളാഴ്ച എക്സാം അല്ലേ? വെള്ളിയാഴ്ച ഒരു ക്ലാസ് ഉണ്ടാവും പറഞ്ഞു മാം. അന്ന് വെള്ളിയാഴ്ച ഇത് വെള്ളി കമ്മിങ് ഫ്രൈഡേ. ഓക്കെ. ഫ്രൈഡേ നൈറ്റ് വേണമെങ്കിൽ എനിക്ക് ക്ലാസ് വെക്കാം. കാരണം എനിക്ക് ഈ ലെസണും ഉണ്ട്, 10th ലെസണും ഉണ്ട്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ലെസണും അല്ല ഇത്. ഓക്കെ. സോ 1 o'clock വരെ എടുത്തായിരിക്കുമോ? ഇല്ല മാം. 1 o'clock വരെ എടുത്താൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ മാം. കുഴപ്പമില്ലല്ലോ. ഇടക്കിടക്ക് കട്ടായി പോവും. ആണോ? നെറ്റ് ഇഷ്യൂ ആണോ? കടയിലായതുകൊണ്ട് ആള് വരുന്ന സമയത്തൊക്കെ കട്ടായി പോവും. എന്ത് ഷോപ്പ് ഓപ്പൺ ചെയ്ത്? ഹാർഡ്വെയർ, സ്റ്റേഷനറി, വാടക എല്ലാം കൂടി ആയിട്ട്. ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ ചെവിയിൽ വെച്ച് പോകുന്നതാ ഇപ്പൊ ക്ലാസ്. മേഡം മാം, ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ? ഒരു മിനിറ്റ് ചോദിച്ചോട്ടെ മാഡം? ഈ ക്ലാസ്സിനെ പറ്റിയല്ല, സർട്ടിഫിക്കറ്റിനെ പറ്റിയ. മാഡം, ഇത് കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് അല്ലേ നമുക്ക് തരുന്നത്? സ്കിൽ ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾക്ക് സാറ് ക്ലാസ് തന്നില്ല? ഞാൻ അധികം അത് കാണാൻ എനിക്ക് പറ്റിയില്ല മാഡം. അത് കണ്ടായിരുന്നു, അത് ഡൽഹി റീജിയണിൽ അത് കണ്ടത്, കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയാണ് കണ്ടത്. ഞാൻ ഇതിനിടെ ആരോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്തത്. അതായത് നമുക്കിപ്പോ ഇതൊരു യൂണിവേഴ്സിറ്റി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഈ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ, സ്കിൽ ഡെവലപ്മെന്റിന്റെ കോഴ്സസ് ഉണ്ടല്ലോ, അതുമായിട്ട് കണക്റ്റഡ് തന്നെയാണ്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സാറിനോട് പറയാം. കാരണം അത് അതിന്റെ ഒരു അതോറിറ്റി സാർ തന്നെയാണ് അത് നിങ്ങൾക്ക് ആധികാരികമായി പറഞ്ഞു തരാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കമന്റ്സ് ഒന്നും പറയാത്തത്. അല്ല, എന്റെ ഡൗട്ട് എന്താ, ഇത് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ കണ്ടത് കൊണ്ട് മറ്റേ ഈ ആർമി പ്രീ പ്രൈമറി സ്കൂളൊക്കെ ഉണ്ട് അപ്പൊ ഡൽഹിയിലൊക്കെ. അപ്പൊ അവിടെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് അംഗീകൃതമാവോന്ന് അത് മാഡത്തിന് അതിനെപ്പറ്റി എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഞാനിത് പറയാൻ കാരണം ഞങ്ങൾ പഠിച്ചിറങ്ങുമ്പോ 2017 ഞാൻ മോണ്ടിസോറി കഴിഞ്ഞിറങ്ങുന്നത്. ആ ഒരു സമയത്ത് ഞങ്ങളുടെ ഡൽഹി ആയിരുന്നു റീജിയണൽ സെന്റർ. കേരളത്തിലെ ഞങ്ങളുടെ സെന്റർ കോഴിക്കോടും നേഷൻ വൈഡ് അത് ഡൽഹി ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആ സമയത്ത് PSC ഒക്കെ കോൾ ഫോർ ചെയ്തതൊക്കെ എഴുതാമായിരുന്നു.
പക്ഷെ പിന്നീട് PSC മോണ്ടിസോറി ടീച്ചേഴ്സിനെ വിളിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല കിട്ടിയില്ല. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മാഡം. കേറ്റൊക്കെ വന്നത്. അപ്പൊ അതുകൊണ്ട് സിസ്റ്റം പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുവാണല്ലോ. അതെ മാഡം, ശരി തന്നെ. ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴുള്ള അപ്ഡേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല. അന്ന് മോണ്ടിസോറി ടീച്ചേഴ്സിനെ ഈ 46 വയസ്സ് വരെ ഉള്ളവരെയൊക്കെ തന്നെ PSC വിളിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമില്. ഇപ്പോഴത്തെ രീതി അതെന്താന്നറിയില്ല. പിന്നെ ഇപ്പോഴത്തെ മാഡം PSCക്ക് മറ്റേ കേട്ടിട്ട് അങ്ങനെ ചോദിക്കുന്നില്ല. പക്ഷെ മോണ്ടിസോറി ഇതുവരെ PSC ഇതുവരെ ആയിട്ട് ഇപ്പൊ ഞാൻ കുറെ ഇങ്ങനെ 2023, 24 അങ്ങനെ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊന്നും മോണ്ടിസോറിക്കാർക്കുള്ളത് പറഞ്ഞിട്ടുണ്ടായില്ല. ഓക്കെ PPTTs എങ്ങനെ മാഡം? മോണ്ടിസോറിയെ PSC കോൾ ഫോർ ചെയ്ത സമയം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ഇതായിട്ട് അപ്പൊ കാണുന്നുണ്ടായില്ല. അപ്പൊ ഞാൻ ചോദിച്ചത്, എന്റെ ഹസ്ബൻഡ് ആർമിയിലാണ്. അപ്പം അപ്പൊ അവിടെ പിന്നെ ലാംഗ്വേജ് പിന്നെ കുഴപ്പമില്ല, ഹിന്ദിയാണ്. അപ്പൊ അങ്ങനെ കിട്ടുമോന്ന്, അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചത്. പ്രീ പ്രൈമറിയിൽ അവിടെ കേട്ടിട്ട് അങ്ങനെ ചോദിക്കുന്നില്ല മാഡം. പ്രീ പ്രൈമറി പറഞ്ഞാല് LKG UKG അങ്ങനെ അവിടെ കേട്ടിട്ട് അങ്ങനെ ചോദിക്കുന്നൊന്നുമില്ല. അപ്പൊ ഇതിലും നമുക്ക് അങ്ങനെ PSCയിൽ അങ്ങനെയാണെങ്കിൽ കേട്ടിട്ട് ചോദിച്ചിട്ടില്ലല്ലോ മാഡം. അല്ലാതെ മോണ്ടിസോറി അല്ല, അല്ലാതെ NDTC ഇല്ലേ? ഹലോ, NDTCയിലെ അവർക്ക് കേട്ടിട്ട് ഞാൻ 2-3 ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് കേട്ടിട്ട് ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇല്ലാന്ന് തോന്നുന്നു മാഡം. എനിക്ക് ഉറപ്പിച്ചങ്ങോട്ട് പറയാൻ പറ്റൂല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് അധികം ആയിട്ടില്ലല്ലോ. ഹലോ, കേട്ടിട്ട് വന്നിട്ട് അധികം ആയിട്ടില്ലല്ലോ. ഇല്ല. എനിക്ക് തോന്നുന്നു സജ്ന ജയദേവ് സാറിനെ പേഴ്സണലി ഒന്ന് വിളിക്കുന്നത് നന്നായിരിക്കും. അത് ഞാൻ ഹസ്ബൻഡിനോടും ചോദിച്ചു. അപ്പൊ ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ കാണിച്ചു, സർട്ടിഫിക്കറ്റ് ആരോ മോഡൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എന്ന് വെച്ചാല് പിന്നെ ഈ പിന്നെ കുറച്ച് റെക്കമെൻഡ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ മറ്റേ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ KV സ്കൂളിലെ മാഡം. അപ്പൊ അവിടെ LKG UKG ഇല്ല, അല്ലാണ്ട് ആർമീന്റെ LKG UKG അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ചോദിച്ചാൽ മാഡത്തിന് അറിയുമോന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഞാനൊരു കാര്യം പറയുന്നത്, ഈ KV ആർമിയില് നഴ്സറി ടീച്ചർ ട്രെയിനിങ്ങിന്റെ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കഴിഞ്ഞവരെ എടുക്കാം. അപ്പൊ എന്റെ ഹസ്ബൻഡ് ISR ആണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിൽ ഉള്ള എല്ലാ സ്കൂളുകളിലും മോണ്ടിസോറി എല്ലാവരും നോക്കുന്നുണ്ട്. ഈ നഴ്സറി അങ്ങനെ എന്തോ വെച്ചിട്ട് എന്തോ ഒരു കോഴ്സിന്റെ ഒരു പേരാണ്. അതില്ലാത്ത കേസിൽ അവര് TTC ഉള്ളവർ എടുക്കും. TTC ഇല്ലെങ്കിൽ മാത്രമേ മോണ്ടിസോറി എടുക്കുള്ളൂ. ഞാൻ അന്വേഷിച്ചിരുന്നു. സെൻട്രൽ ഗവൺമെന്റിൽ അങ്ങനെയാണ്. സ്റ്റേറ്റിലെ ഒന്നും കുഴപ്പമില്ല, പക്ഷെ സെൻട്രൽ ഗവൺമെന്റിലാണ്. ഓക്കെ, ബട്ട് ചാൻസസ് ഓപ്പർച്യൂണിറ്റീസ് അറിയാണ്ട് കേട്ടോ. ചില ഗവൺമെന്റ് ഒക്കെ ആവുമ്പോഴേക്കും അവർക്ക് കുറെ റൂൾസും നോംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അല്ലാതെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഉണ്ട് മാഡം. കാരണം ഇവിടെ ഓഫീസേഴ്സിന്റെ വൈഫെല്ലാം പിന്നെ ഈ മോണ്ടിസോറി TTC അങ്ങനെ കഴിഞ്ഞൊന്നുമല്ല, PG അങ്ങനെ അതുപോലെ ഇപ്പം B.Ed കഴിഞ്ഞവർ അങ്ങനെയൊന്നും അല്ല അവർ LKG UKG എടുക്കുന്നത്. അവർക്ക് അവരെ ഒരു സ്ഥാനം നോക്കിയിട്ട് കൊടുക്കുന്നത്. കാരണം ഞാൻ കുറെ സ്ഥലത്ത് നിന്നതാണ്. അപ്പൊ എനിക്ക് അതുമായിട്ട് ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഈ കോഴ്സ് കഴിഞ്ഞവർ അങ്ങനെ അവർക്കല്ല കൊടുക്കുന്നത്. അത് ഗവൺമെന്റ് ആയിട്ടല്ല, പിന്നെ അവിടുത്തെ LKG UKG ബട്ട് പ്രൈവറ്റ്. എനിക്ക് ഓർമ്മ വന്നു, നമ്മുടെ ബാച്ചിലർ 5th ബാച്ചിലാന്ന് തോന്നുന്നു, വൈവയ്ക്ക് ഒരു ടീച്ചർ കയറിയിരുന്നു. നമ്മുടെ മോണ്ടിസോറി ട്രെയിനി ആയിരുന്നു. അപ്പൊ വൈവ എടുത്ത സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞേ KVയിലെ KGയിലെ ടീച്ചറാണ്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ അത് കുഴപ്പമുണ്ടാവില്ല, സേഫ് ആണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു KVയിൽ അപ്പം LKG UKG ഇങ്ങനെ എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും KVയിൽ LKG UKGയിൽ കുഴപ്പമില്ല, അങ്ങനെ എന്തോ കോൺട്രാക്ട് ബേസിലാണ് കയറിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കാര്യം സേഫ് സെക്യൂർ ആവുന്നത്. തൃശ്ശൂർ എവിടെയുള്ള അതാ മാഡം, എല്ലാ സ്കൂളിലും KVയിൽ LKG UKG ഇല്ല. ചില സ്കൂളിൽ LKG UKG KVയിൽ ഉണ്ട്. അതുപോലെ ആർമീന്റെ അതുപോലെ തന്നെ ചില സ്കൂളിൽ LKG UKG ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞങ്ങളിങ്ങനെ കുറെ സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് കുറെ സ്ഥലത്ത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സർട്ടിഫിക്കറ്റ് എനിക്കറിയില്ല. ഈ കുട്ടിയുടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതേപോലെ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ പിന്നെ റെക്കമെൻഡേഷനും കൂടി ആയിക്കഴിഞ്ഞാൽ ചിലപ്പം പറയാൻ പറ്റൂല. അങ്ങനെയുണ്ട്. പിന്നെ ഈ ഓഫീസേഴ്സിന്റെ വൈഫിന് കുറച്ച് ഇത് കൺസിഡറേഷൻ കൂടുതലുണ്ട് അവിടെ. ഓഫീസേഴ്സിന്റെ താഴെ ജൂനിയർ ഓഫീസർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് കൂടുതൽ ഓതന്റിക് ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സാറിനെയും കൂടെ ഒന്ന് വിളിച്ചാൽ മതി. ഇപ്പൊ സാറ് ക്ലിയർ ചെയ്ത് തരും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ രജിസ്റ്റർ ചെയ്യാം, ആ ഒരു രീതിയിൽ അതും പറഞ്ഞു. മാഡം നാട്ടിൽ അങ്ങനെ നമ്മളെ കേരളത്തില്
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്താൽ ചിലപ്പോൾ അങ്ങനെ. ഞാൻ കേന്ദ്രത്തിലെ കാര്യമാണ് ചോദിച്ചത്. ഞാനത് പക്ഷെ നമുക്ക് ഹിന്ദി അറിയെങ്കിലേ ചിലപ്പം ചാൻസ് ഉണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ പുറത്ത് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല, നമ്മുടെ ഹിന്ദിയും അറിയണ്ടേ. അതെ. അപ്പൊ കൂടുതലും കുട്ടികൾ ഹിന്ദി കുട്ടികളും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ആ ലാംഗ്വേജ് ഹിന്ദി, അത് ഫസ്റ്റ് പറയുന്നുണ്ടായിരുന്നു അവർ ഹിന്ദി അറിയുമോന്ന് ചോദിക്കുന്നു. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഹിന്ദി അറിയണം നമുക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മാഡത്തിന് അറിയുമോ. ഞാൻ സാറിനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ പറയാം. എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് എന്നുള്ളത് രീതിയിൽ. അത് ഞാനിപ്പോ പറഞ്ഞു, ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഇവിടുത്തെ സിഇയോടൊന്ന് അന്വേഷിച്ച് നോക്കണം. കമാൻഡിങ് ഓഫീസർ ഉണ്ട്, അപ്പൊ അവരോടൊന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവര് പറയുമല്ലോ. അപ്പൊ അത് ഇവർക്ക് കുറച്ച് കൺസെഷൻ ഉണ്ട് മാഡം. എന്നുവെച്ചാല് ജവാനല്ല, JCO. എന്റെ ഹസ്ബൻഡ് ഇപ്പം JCO ആണ്. അപ്പൊ അവർക്ക് കുറച്ച് കൺസിഡറേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം മാഡത്തോട് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാമോ. എന്ത് ഹസ്ബൻഡ് എവിടെയാ സ്ഥലം? ആർമിയിലാണ് മാഡം. ഇപ്പൊ ഞങ്ങൾ ഡൽഹിയില്. ഇപ്പൊ ഞാൻ നാട്ടില് വന്നിട്ടുണ്ട് 10 ദിവസത്തെ. ദസറ ലീവാണ് മോക്ക്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാനിങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു. അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ CO ആയിട്ട് സംസാരിച്ച് നോക്കട്ടെ. സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് മാഡം, രാഷ്ട്രീയ എന്താ പറഞ്ഞ എന്തോ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ എന്തോ, ഞാൻ മറന്നുപോയി, സോറി. എന്തോ എഴുതിയിട്ടുണ്ട് അതില്. എന്തൊക്കെയാ അങ്ങനെ, ഞാനത് മറന്നുപോയി. NCDC ആയിരുന്നു, നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൗൺസിൽ അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഞങ്ങളുടെ NCDC. അത് ഡൽഹി ആയിരുന്നു നമ്മളുടെ ഓഫീസ്. ഓക്കെ ഫൈൻ. അപ്പൊ സാറിനെ ഒന്ന് വിളിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ മാഡം, താങ്ക് യു. പാരലലി ചെയ്യൂ, കാരണം കോഴ്സ് കഴിഞ്ഞിട്ട് നോക്കാൻ ഇരിക്കണ്ട. അതൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുവാണെങ്കിൽ അടുത്ത അക്കാദമിക് ഇയർ എനിക്ക് തോന്നുന്നു KV ഒക്കെ ആകുമ്പോഴേക്ക് ഏപ്രിലൊക്കെ ക്ലാസ് തുടങ്ങും. ഏപ്രിലിൽ ക്ലാസ് തുടങ്ങും മാഡം. ഏപ്രിലിൽ നമ്മളെ ഇവിടുത്തെ പോലെ അല്ല. അപ്പൊ ആ സമയമാകുമ്പോഴേക്ക് നമ്മൾ എന്തായാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടാവുമല്ലോ സമയത്ത്. ഞാനിപ്പോ ഈ സർട്ടിഫിക്കറ്റ് ആരോ പിന്നെ എന്താ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ കാണിച്ചു, ഇത് കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ എന്നോട് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയും പറയാൻ പറ്റൂല, ഞാൻ പിന്നെ ഇവിടുത്തെ ഇവരുമായിട്ട് സംസാരിച്ച് നോക്കട്ടെ. അപ്പം ഇവരായിട്ട് കൂടുതലും അവിടെയെല്ലാം ആർമീന്റെ ഉള്ളിലാണെങ്കിലും സ്കൂളുണ്ടെങ്കിൽ കൂടുതലും ആർമീന്റെ എല്ലാം വൈഫാണ് ഉണ്ടാവുന്നത് അവിടെ. പ്രീ പ്രൈമറിയിൽ ആർമീന്റെ സ്കൂൾ. അപ്പൊ അതുകൊണ്ട് ഓഫീസേഴ്സ്ക്കെല്ലാം കൂടുതൽ ചാൻസും അവർ മറ്റേ ഈ കോഴ്സ് ഒന്നും കഴിഞ്ഞവരല്ല മാഡം. അവരവിടെ കൂടുതലും ഓഫീസേഴ്സിന്റെ വൈഫാണ് ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ അതിലും താഴെയുള്ളവർക്ക് ചാൻസ് ഉണ്ട്. ജവാന്മാർക്കാണ് കുറച്ച് ചാൻസ് എനിക്ക് തോന്നുന്നു കുറവ്. അവർക്ക് അങ്ങനെയുണ്ട് അവിടെ. ഇവരെ ഇല്ല ഇത് തന്നെ നമുക്കും തരും, അവരെ വൈഫിനും തരും. അങ്ങനെയാണ് ആർമിയിൽ. ഓക്കെ, വെരി ഗുഡ് സെൻസ്. എന്തായാലും ബി പോസിറ്റീവ്, എന്തായാലും ട്രൈ ചെയ്യും. ഓക്കെ ദെൻ. സോ നമ്മളെ റിയാലിറ്റി ആൻഡ് നേച്ചർ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മറിയ മോണ്ടിസോറി വളരെയധികം റെസ്പെക്ട് ചെയ്തിരുന്നു നേച്ചറിനെ. അവർക്ക് ഭയങ്കര ഒരു ഡീപ്പ് പ്രൊഫൗണ്ട് റെസ്പെക്ട് ആയിരുന്നു വെനറേഷൻ ഫോർ നേച്ചർ. വളരെ അഗാധമായ ഒരു റെസ്പെക്റ്റും ഇഷ്ടമായിരുന്നു നേച്ചർ എന്ന് പറഞ്ഞത്. അവർ പറയുന്നത് എപ്പോഴും നേച്ചർ കുട്ടികളെ ഇൻസ്പയർ ചെയ്യും. ഞാൻ എപ്പോഴും എക്സാമിന് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഇങ്ങനെ ടെക്സ്റ്റ് വായിച്ചാൽ അങ്ങനെ അത് കിട്ടണമെന്നില്ല. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി ഡാഷ് ഇൻസ്പയർ ചിൽഡ്രൻ. ഇവിടെയാണ് നമ്മളുടെ MCQന്റെ ഒരു എന്താ പറയാ ട്രിക്ക് ഇത് വരുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണമാണ് ശരി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ശരിയായത് എഴുതുക എന്നുള്ളതാണ് ശരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ ചിലപ്പോൾ കാണും പാരന്റ്സ്, പീർ ഗ്രൂപ്പ്, സിബ്ലിങ്സ്, ഇവരൊക്കെ ഇൻസ്പയർ ചെയ്യുമായിരിക്കും അല്ലേ. പക്ഷെ വൺസ് ഇൻ എ വൈൽ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും ഇൻസ്പയർ ചെയ്യുന്നത്. ഒരു കുട്ടിയെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നത് നേച്ചർ തന്നെയായിരിക്കും. കുട്ടി എല്ലാം പഠിക്കുന്നത് എൻവയോൺമെന്റിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം, പാരന്റ്സ് ഇൻസ്പയർ ചെയ്യില്ലേ, സിബ്ലിങ്സ് ഇൻസ്പയർ ചെയ്യില്ലേ, ടീച്ചേഴ്സ് ഇൻസ്പയർ ചെയ്യില്ലേ, അല്ലെങ്കിൽ പീർ ഗ്രൂപ്പ് അവരെ ഇൻസ്പയർ ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കാം. ബട്ട് ഏറ്റവും ശരിയായ ഉത്തരം അതാണ് MCQന്റെ ഒരു പ്രത്യേകത. ഞാൻ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി ഡാഷ് ഇൻസ്പയർ ചിൽഡ്രൻ. നേച്ചർ ഇൻസ്പയർ ചിൽഡ്രൻ. മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് കുട്ടികളെ എപ്പോഴും പുറത്തേക്ക്, അതായത് പുറം ലോകവുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യണം. മോണ്ടിസോറി എൻവയോൺമെന്റ് തന്നെ അങ്ങനെയാണ്. അവർക്ക് ഔട്ട്സൈഡിൽ നിറയെ ഗാർഡനും മണ്ണിൽ കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ റിയൽ ആയിട്ടുള്ള അത് വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. റിയൽ വുഡ്, റീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ബാമ്പു ഉണ്ട്. ബാമ്പു പോലെ തന്നെ ഉള്ളു പൊള്ളയായ ചില വുഡുകൾ ഉണ്ടല്ലോ, അതാണ് റീഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെറ്റൽ, കോട്ടൺ, ഗ്ലാസ്, നാച്ചുറൽ ഫൈബേഴ്സ് വരുന്ന ക്ലോത്ത്, അതാണ് കോട്ടൺ. പിന്നെ ഗ്ലാസ്, ഇതെല്ലാമാണ് യൂസ് ചെയ്യുന്നത്. സിന്തറ്റിക്കും പ്ലാസ്റ്റിക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇല്ല. റിയാലിറ്റി നേച്ചറുമായിട്ടുമാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് കണക്റ്റഡ് ആയിരിക്കുന്നത്. നേച്ചർ ആണ് ആൻസർ. യെസ്, ഡാഷ് ഇൻസ്പയർ ചിൽഡ്രൻ അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി. ഡാഷ് ഇൻസ്പയർ ചിൽഡ്രൻ, നേച്ചർ ഇൻസ്പയർ ചിൽഡ്രൻ. ഞാൻ 3rd and 4th യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും നിങ്ങൾക്ക് അത് വന്നിട്ടുണ്ടാവും. ആ കുട്ടിയെ ഫ്രീ ആക്കണം. ഫാന്റസി, ഇല്യൂഷൻ, ഇല്ലാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള ചിന്തകളും മായാലോകത്തിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റണം എന്നാണ് പറയുന്നത്. ഫിസിക്കൽ ആണെങ്കിലും സൈക്കോളജിക്കൽ ആണെങ്കിലും അങ്ങനെയുള്ളതിൽ നിന്നും കുഞ്ഞുങ്ങളെ മാറ്റണം. ഈ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി പുറത്ത് ഫ്രണ്ട്സുമായിട്ട് മിറ്റത്തും പറമ്പിലും ഒക്കെ ഓടി കളിച്ചിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ശരിക്കും ഇതുപോലുള്ള ഫാന്റസിയെ പറ്റി ചിന്തിക്കാനുള്ള സമയമില്ല. നമ്മൾക്ക് അന്ന് ഡിജിറ്റൽ വേൾഡുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. എന്റെയൊക്കെ ഒരു ജനറേഷൻ കൂടുതലും. അപ്പോ ഡിജിറ്റൽ വേൾഡുമായിട്ട് യാതൊരു കണക്ഷൻ, ഈ ഫാന്റസി എന്നുള്ളത് നമ്മൾ എത്തിയിട്ടില്ല. ഫാന്റസിനെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ കഥകൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മളായിട്ടൊരു മായാലോകത്തില് അങ്ങനത്തെ ചിന്തയിലേക്കോ ഇമാജിനേഷനിലേക്കോ പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും ഫാന്റസിയുമായിട്ട് കണക്റ്റഡാണ്. കാരണം അവർ ഡിജിറ്റൽ വേൾഡിലാണ്. ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും എ എന്ന് പറയുമ്പോൾ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് അല്ലെ. അങ്ങനെ പ്രശ്നങ്ങൾ കൂടാൻ, ക്രൈംസ് കൂടാനും ഒക്കെ ചാൻസ്, ക്രൈംസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ പോകും. ഇങ്ങനെ ഡിജിറ്റൽ വേൾഡ് ഇത്രയും ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ആളുകൾ ഇപ്പൊ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ സ്റ്റാറ്റസിൽ ഇടുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചില ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടവര് അവരൊരു വാക്കും തന്നെയാണല്ലേ. അവരുടെ ഒരു പ്രസൻസ്, അവരുമായി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അതൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴും ഈ AI-യുടെ പ്ലസും മൈനസും ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും ഫാന്റസിയിലേക്കും ഇല്യൂഷനിലേക്കും, അവരിൽ പല ഡിപ്രസീവ് സ്റ്റേറ്റും ഒക്കെ വരാനുള്ള കാരണം ഇതുപോലുള്ള ഇല്യൂഷൻ, ഫാന്റസി ഒക്കെ തന്നെയാകാം. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ ധാരണ ഏതോ സൂപ്പർ ഹീറോ വരും, രക്ഷിക്കും, അങ്ങനെയുള്ള ഒരു ഫീലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. അവരുടെ സെൽഫ് ഡിസിപ്ലിൻ എല്ലാം, സെക്യൂരിറ്റി എല്ലാ ഫീലും വരുന്നു. അവർക്കറിയാം പുറം ലോകം മുറ്റത്ത് നടക്കുമ്പോ അല്ലെങ്കിൽ മണ്ണിൽ നടക്കുമ്പോ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അകത്തെ ലോകവും പുറത്തെ ലോകവും അത് അവർക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാകും. ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ ആണ് കുട്ടി പോകുന്നെങ്കിൽ കുട്ടി ആക്റ്റീവ് ആകും. ലൈഫിൽ വളരെ ഒബ്സർവ് ചെയ്യാനും തുടങ്ങും. റിയാലിറ്റി എന്നുള്ള കൺസെപ്റ്റുമായിട്ട് ബേസ് ചെയ്തതാണ് മോണ്ടിസോറി മെറ്റീരിയൽസ്. റിയൽ ഗ്ലാസസ് ആണ് ജ്യൂസ് എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. കുട്ടിയാണെന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഗ്ലാസ് കൊടുത്താൽ മതി, മറ്റേ ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പൊട്ടിക്കും. ഇതൊക്കെ ഒരു ഇതുണ്ടല്ലോ അല്ലേ, നമ്മളും പൊട്ടിക്കാറില്ലേ. പിന്നെ കട്ട് ചെയ്യാനായിട്ട് ഒന്ന് ഓൾറെഡി പറഞ്ഞു, നൈസ് ഫോർ കട്ടിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഒരു പീസ്, ഒരു സെറ്റ് ഒക്കെ മതിയാകും ആ ഒരു മോണ്ടിസോറി ക്ലാസ് റൂമില്. കാരണം ഓരോ കുട്ടിയും വെയിറ്റ് ചെയ്യണം അവനവന്റെ ടേൺ വരുമ്പോൾ. അവർക്ക് ആ വെയിറ്റ് ചെയ്യാൻ, പേഷ്യൻസിനോട് കൂടി വെയിറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. അറിയാം മോണ്ടിസോറി പറയാം, ദ മാൻ ബിലോങ്സ് ടു നേച്ചർ. അത് എക്സ്പെഷ്യലി ഒരു കുട്ടിയായിരിക്കുമ്പോൾ എന്നാൽ മാത്രമാണ് ഈ കുട്ടിയുടെ ബോഡിയും മൈൻഡും ഒരുപോലെ ഡെവലപ്പ് ആവുള്ളൂ. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. വീടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന കുട്ടിയും സാധാരണ പുറത്തേക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. രണ്ട് എൻവയോൺമെന്റും ലൈവ് ആയിരിക്കണം. അതിനകത്ത് കുട്ടിക്ക് ആക്റ്റീവ് ആകുന്ന സാധനങ്ങളായിരിക്കണം അതിനകത്ത്. ഇത് കുട്ടി കെയർ ചെയ്യാൻ വേണം. പിന്നെ ചില സമയത്ത് ചില മോണ്ടിസോറി എൻവയോൺമെന്റിലെ പെറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതിനോടുള്ള ഒരു കെയർ, കരുതൽ, അതിനെ ഉപദ്രവിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമല്ലോ. പിന്നെ മാഗ്നിഫൈയിങ് ഗ്ലാസ് കാണും ചില, മിക്കവാറും എല്ലായിടത്തും തന്നെ കാണും. ലൂപ്പ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈയിങ് ഗ്ലാസ്. പിന്നെ മൈക്രോസ്കോപ്പ്, ചെറിയ ചെറിയ എക്സ്പെരിമെന്റുകൾ ചെയ്യാനും ഒക്കെ കുട്ടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യിക്കും. അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി. മോണ്ടിസോറി എൻവയോൺമെന്റ് സിമ്പിൾ ആയിരിക്കണം എന്നാണ് പറയാം മോണ്ടിസോറി പറയുന്നത്. എല്ലാം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണം. കളറ് നല്ല വൈബ്രന്റ് ആയിരിക്കണം. കുട്ടികളുള്ള ഭയങ്കര ചെറുഫുൾ ഡൾ ഫീല് വരുന്ന കളർ ആയിരിക്കരുത്. അതുപോലെ ആയിരിക്കണം അവിടത്തെ കളറ്. നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ക്ലാസ് റൂമിന്റെ മോളൊക്കെ നല്ല ഭംഗിയായിട്ട് കളർ ചെയ്താൽ ചിലപ്പോൾ നല്ല പിക്ചേഴ്സ് ഒക്കെ വരച്ചൊക്കെ കൊടുക്കും. ഇനിയിപ്പം അക്കാദമിക് ഇയർ, ഈ അക്കാദമിക് കഴിഞ്ഞ അടുത്ത അക്കാദമിക് ഇയർ തുടങ്ങാൻ പോകുമ്പോഴേക്കും മിക്ക സ്കൂളുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു വാം
റിലാക്സിങ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരിക്കണം. ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസിങ് എൻവിയോൺമെന്റിനെയാണ് നമ്മൾ ആംബിയൻസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മൾ കുട്ടിക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഒരു ഇഷ്ടം തോന്നണം, ആ രീതിയിലായിരിക്കണം ആംബിയൻസ്. കുട്ടിയെ എപ്പോഴും വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള. നെക്സ്റ്റ് മോണ്ടിസോറി മെറ്റീരിയൽസ്. നിങ്ങൾ പ്രാക്ടിക്കൽസ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മോണ്ടിസോറി മെറ്റീരിയൽസിനെ പറ്റി അറിയാം. അത് റിയൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് പല ഏരിയയിലും കുട്ടി ഡെവലപ്പ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ്. വളരെ അട്രാക്റ്റീവ് ആണ്, സിമ്പിൾ ആണ്. കുട്ടിക്ക് പല കാര്യങ്ങളും പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ടും കഴിയും. പിന്നെ ഈ മെറ്റീരിയൽസ് കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടി തന്നെ പോയി ഏതെങ്കിലും പോയി എടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ മെറ്റീരിയൽസ് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ഒരു ഡെമോ ക്ലാസ് അത് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ. അപ്പോഴാണ് കുട്ടി മെറ്റീരിയൽ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ മിസ്റ്റേക്കും വരും. ആ കൊടുക്കുന്ന ലെസൺ വളരെ സ്ലോ ആയിട്ട് നല്ല കറക്റ്റ് ആയിട്ട് പ്രിസൈസ്ലി ആയിട്ട് പറഞ്ഞു കൊടുക്കണം. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പറഞ്ഞിരുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കണം, ബ്രീഫ് ചെയ്യണം. വലിയ കഥയൊന്നും മെറ്റീരിയൽസിനെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല, ബ്രീഫ് ചെയ്യാം. പിന്നെ എന്ത് മെറ്റീരിയൽ ആണോ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കൂടുതൽ നേരം കേട്ടുകൊണ്ടിരിക്കാനും കുട്ടിക്ക് താല്പര്യം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് അത് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് കുട്ടി ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ആ രീതിയിലുള്ള പെർമിഷൻ കുട്ടിക്ക് കൊടുക്കുക. കുട്ടി തന്നെ ചെയ്യട്ടെ, നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. മേ ബി സംടൈംസ് കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് കാണിക്കും, നമ്മളുടെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ നമ്മളെ വിളിക്കും. അപ്പോൾ മാത്രം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുക. അല്ലാതെ കുട്ടി 2 പ്രാവശ്യം ചെയ്തു ശരിയായില്ല, 3 പ്രാവശ്യം ചെയ്തു, 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ 43 ടൈംസ് ഒക്കെ ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവർ തന്നെ കറക്റ്റ് ചെയ്യട്ടെ. അല്ല നമ്മൾ ചെയ്ത് നീ ചെയ്ത ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യട്ടെ എന്നുള്ള രീതിയിലുള്ള ഇടപെടൽ പാടില്ല. കുട്ടി വിളിക്കുവാണെങ്കിൽ നമുക്ക് പോവാം. ഓരോ മെറ്റീരിയലിനും ഡെഫിനറ്റ് പർപ്പസ് ഉണ്ട്, മീനിങ് ഫുൾ ആണ്. ഓരോ മെറ്റീരിയൽ നമുക്കറിയാം, നിങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓരോ മെറ്റീരിയലിന്റെ ആഡ് ചെയ്യാനാണെങ്കിലും കൗണ്ട് ചെയ്യാനാണെങ്കിലും ലാംഗ്വേജ് പഠിക്കാനാണെങ്കിലും ടച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. എന്തൊക്കെയോ വാരി വലിച്ചുണ്ടാക്കിയിട്ടില്ല, മീനിങ് ഫുൾ പർപ്പസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. നമ്മള് പലപ്പോഴും ലോങ് നമ്പർ റോഡ്സ്, റെഡും ബ്ലൂവും കൂടെ കോമ്പിനേഷൻ വന്ന നമ്പർ റോഡ്സിന്റെ സ്മോൾ നമ്പർ റോഡ്സ് നമുക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ആദ്യം ആഡ് ചെയ്യാനോ അതൊന്നും അല്ല ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും ആ കളറും ഡിസൈനും അവർ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അതിന്റെ കൗണ്ടിങ്ങും ഈവൻ നമ്പേഴ്സിന്റെ കൺസെപ്റ്റും പറയും. അതിനുശേഷമാണ് അഡീഷൻ എന്നുള്ള കാര്യം വരുന്നത്. അപ്പൊ അങ്ങനെ നമ്പർ റോഡ്സ് പ്രൊവൈഡ് ചെയ്ത സമയത്ത് അതിന്റെ ലെങ്തിലെ വേരിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടി ആദ്യം മനസ്സിലാക്കും. അപ്പൊ ആദ്യം ലെങ്ത്തിന്റെ വേരിയേഷൻ, അത് കഴിയുമ്പോൾ കളർ, അങ്ങനെ 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 ഓരോരോ കാര്യങ്ങളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ടീച്ചേഴ്സ് പ്രൊഫഷൻ തീരുന്നില്ല എന്ന് പറഞ്ഞ എല്ലാം കൂടെ അവിയൽ പരിപാടിയിട്ട് ഇപ്പൊ ഞാൻ ചെയ്തൊരു പരിപാടി അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ തന്നെ വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഇത് വായിക്കുമ്പോഴേക്കും അത് പിടികിട്ടും. സിമ്പിൾ ആയിട്ടുള്ളത് ആണ്, പക്ഷെ കോംപ്ലക്സ് എന്നുള്ള രീതിയിലേക്ക് ഡിസൈൻസ് പോകാറുണ്ട്. അതുകൊണ്ടാണ് നമ്പർ റോഡ്സിൽ ആദ്യം നമ്മൾ ലെങ്ത്തിന്റെ ഡിഫറൻസ് പറഞ്ഞു കൊടുത്ത് പിന്നെ നമ്മൾ ഈവൻ നമ്പർ, ഓഡ് നമ്പർ, ആ കളറിന്റെ വെച്ചിട്ട് ഈവൻ നമ്പർ, അങ്ങനെ അങ്ങനെ ഓരോരോ കൺസെപ്റ്റിലേക്ക് കുട്ടിക്ക് ഡെമോ കൊടുത്തു പോകുന്നത്. ആദ്യമേ തന്നെ ഇതെല്ലാം കൂടെ പറയുമ്പോഴേക്കും അത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പൊ സിമ്പിൾ ആയിട്ട് ആദ്യം ആയിട്ട് പിന്നെ അത് കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ, കാരണം കുട്ടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അറിയണം, കോംപ്ലക്സ് ഡിസൈൻസും അതിന്റെ യൂസേജും മനസ്സിലാക്കണം. നമ്പർ റോഡ്സിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് ലെങ്ത്തിന്റെ ഡിഫറൻസ്, ലെങ്ത് കൂടിയത് കുറഞ്ഞത് എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടാണ് പിന്നെ നമ്പർ എന്നുള്ളതും ഈവൻ നമ്പർ, ഓഡ് നമ്പർ എന്നുള്ള കൺസെപ്റ്റും വരുന്നത്. ഫ്യൂച്ചർ ലേണിങ്ങിന്, അതായത് 6 ഇയേഴ്സ് കഴിയുമ്പോൾ അടുത്തൊരു നോർമൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അക്കാദമിക് ഇതിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ആണ് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്നത്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, പിന്നെ ആൽഫബറ്റ്സിന്റെ സൗണ്ട്സ്, സാൻഡ് പേപ്പർ ട്രേസ് ചെയ്യുന്നത്, അങ്ങനെ ഫോണിറ്റിക് സൗണ്ട്, സാൻഡ് പേപ്പർ ട്രേസ് ചെയ്യുന്നത്, അങ്ങനെയുള്ളൊക്കെ മെമ്മറിയിലിരിക്കും, ഒരു ഇംപ്രഷൻ പോലെ ഇരിക്കും. പിന്നെ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും.
ഓരോ മെറ്റീരിയൽസ് കൊടുക്കുമ്പോഴും കോൺക്രീറ്റ് ഐഡിയാസ് ആണ് കുട്ടിക്ക് ആദ്യം കിട്ടുന്നത്. അതായത് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയാസ്, ആ റെപ്രസെന്റേഷൻ അവർക്ക് തുടക്കത്തിൽ മനസ്സിലാവില്ല. കോൺക്രീറ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് സബ്ട്രാക്ഷൻ, 9ൽ നിന്ന് 3 സബ്ട്രാക്ട് ടേക്ക് അവേ ചെയ്താൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു അങ്ങനെയുള്ള ആലോചിച്ച് പറയാനായിട്ട് അവർക്ക് അറിയിണ്ടാവില്ല. അതേസമയം അവരുടെ കയ്യിലൊരു 9 ബീഡ്സ് കൊടുത്തു, അതിൽ നിന്നൊരു 3 ബീഡ്സ് ടേക്ക് അവേ ചെയ്താൽ അവർക്ക് കൗണ്ട് ചെയ്ത് നോക്കാൻ പറ്റും ബാക്കി എത്രയാന്നുള്ളത്. അങ്ങനെ ഉള്ള കോൺക്രീറ്റ് ഐഡിയാസ് ആയിരിക്കും അവർക്ക് ആദ്യം കിട്ടുന്നത്. പിന്നെ പിന്നെ ഗ്രാജുവലി ആണ് അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷനിലേക്ക് പോകുന്നത്. പിന്നെ ഓട്ടോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കൺട്രോൾ ഓഫ് എറർ ഓരോ മെറ്റീരിയൽസിലും അതൊരു ടീച്ചർ പറയുന്നതിനേക്കാളും കുട്ടി തന്നെ മനസ്സിലാക്കും, അവർ തന്നെ മനസ്സിലാക്കുക കൺട്രോൾ ഓഫ് എറർ എന്നുള്ളത്. മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവന്റെ മിസ്റ്റേക്ക് തന്നെ മനസ്സിലാകാനുള്ളൊരു ഫ്രീഡം, ഒരു സ്പേസ് നമ്മൾ അവിടെ കൊടുക്കണം. അല്ലാതെ അവൻ ഫസ്റ്റ് തന്നെ അത് ശരിയല്ലാത്ത രീതിയിൽ ചെയ്യുമ്പോഴേക്കും നമ്മൾ പോയി തടസ്സപ്പെടുത്തി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നീ ചെയ്ത് തെറ്റിപ്പോയി എന്ന് പറയല്ല. അവൻ റിപ്പീറ്റ് ചെയ്ത് അവൻ ആ കൺട്രോൾ ഓഫ് എറർ മനസ്സിലാക്കും. നോബ്ഡ് സിലിണ്ടറിന്റെ ഗ്രൂവില് സിലിണ്ടർ ഇങ്ങനെ വെക്കുമ്പോൾ അത് ലെവൽ അല്ലാന്ന് കാണുമ്പോൾ അവന് മനസ്സിലാകും ഏതോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അല്ലെങ്കിൽ എല്ലാം വെച്ച് കഴിയുമ്പോൾ 5ാമത്തത് വെക്കാനായിട്ട് പറ്റുന്നില്ല, ഗ്രൂവിന്റെ ആ ഒരു വിട്ടും ഇതും കൂടെ ശരിയാവുന്നില്ല, ഒരെണ്ണം പുറത്തെപ്പോഴും നിൽക്കുന്നു, മനസ്സിലാവും ഞാൻ ചെയ്തത് ശരിയായില്ല. അപ്പൊ എല്ലാം തിരിച്ചെടുത്തിട്ട് വീണ്ടും വീണ്ടും ചെയ്തു നോക്കും. കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്നത് അതൊരു ഇൻഡിക്കേറ്റർ ആണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു ഇൻഡിക്കേറ്റർ. ആദ്യം നടക്കാൻ തുടങ്ങുന്ന കുട്ടി നടന്ന് 1-2 സ്റ്റെപ്പ് കഴിയുമ്പോൾ വീഴും, അവിടെ നിന്ന് എണീറ്റ് വീണ്ടും നടക്കും, വീണ്ടും പിന്നെയും 2-3 സ്റ്റെപ്പ് കഴിയുമ്പോൾ വീണ്ടും വീഴുമായിരിക്കും, വീണ്ടും നടക്കും. അങ്ങനെ ബോഡി കൺട്രോൾ, ശരിക്കും ആ ഒരു കൺട്രോൾ വരുന്നത് 2.5 വയസ്സൊക്കെ ആവുമ്പോഴാണ്. ആ ഒരു ബോഡി കൺട്രോൾ, ആ നടത്തത്തിന്റെ ഓട്ടത്തിന്റെ കൺട്രോൾ, വീഴാതെ. മറ്റേത് അവര് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്നത്. ശരിക്കും ഫ്രീഡം കൊടുത്തപ്പോഴാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ എല്ലാത്തിനും തുടങ്ങുന്നത് ഫ്രീഡം ആണ്. അവർക്കെല്ലാം ചെയ്യാനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ഒരു പാത്ത് അത് ഡെവലപ്പ് ചെയ്ത് വരും. ഇനിയിപ്പം കുട്ടി ചെയ്യുന്നു, മിസ്റ്റേക്ക് പറ്റുന്നു, കൺട്രോൾ ഓഫ് എറർ അവന് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാം അത് കുട്ടി ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ റെഡി ആയിട്ടില്ല, അവന്റെ ഏജ് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടില്ല. ആ ഒരു ഏജിൽ അത് പറ്റിയതല്ല. അപ്പൊ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റിക്കാണ് അവന് പറ്റുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള കേസസിൽ നമുക്ക് അതിലേക്ക് പ്രാപ്തനാക്കാൻ, അത് അവൻ തന്നെ ചെയ്ത് കൺട്രോൾ ഓഫ് എറർ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള ഏരിയയിലാണ്. മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ബേസിക് റൂൾസ് ആണ് അടുത്തത്. നമ്മൾ ഫണ്ടമെന്റൽ ലെസൺസ് കൊടുക്കുന്നതും ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ മെറ്റീരിയലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിന് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഡെമോ കാണിക്കുമ്പോൾ തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് കാണും കുട്ടി, എന്നാലും അത് നമ്മളെ ഫോളോ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയി ഹാൻഡിൽ ചെയ്താലേ കുട്ടിയും അതുപോലെ തന്നെ ചെയ്തു. അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം എന്നുള്ളത് നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയും വളരെ സോഫ്റ്റ് ആയിട്ടും ജെന്റിലായിട്ടായിരിക്കും. പിന്നെ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള മെറ്റീരിയൽസ് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ അതെല്ലാം ആ ഒരു റൂൾസിൽ വരുന്നത്. അതൊരു മാറ്റിലായിരിക്കും ഏറ്റവും നല്ലത് ടേബിളിനേക്കാളും. കാരണം ചിലതൊക്കെ ഉരുട്ട് പോകുമല്ലോ. അല്ലെങ്കിൽ ടേബിളിലാണെങ്കിൽ ടേബിളിൽ ഒരു മാറ്റ് ഇരിക്കുന്നത് നന്നായിരിക്കും. ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം തിരിച്ച് ഏത് ഷെൽഫിൽ നിന്നാണോ എടുത്തത് ആ ഷെൽഫിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുക. അത് നല്ല ഓർഡറിൽ. അടുത്ത് വരുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടിക്ക് കൊടുക്കുമ്പോൾ അതല്ലേ, ടോയ്ലറ്റ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ മാത്രമല്ല, ഉപയോഗശേഷം അത് ക്ലീൻ ചെയ്യുന്നതും ഇനി ഒരാൾ കയറുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുള്ള രീതിയിൽ. അത് തന്നെയാണ് ഇവിടെ മെറ്റീരിയൽസിന്റെ കേസ്. പുതിയ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഒരു ഡെമോ ക്ലാസ് കൊടുക്കും. അതിന് പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ലെസൺ.
അത് പ്രസന്റ് ചെയ്യുക, ആ മെറ്റീരിയൽസും അതിന്റെ പോസിബിലിറ്റീസ് എല്ലാം പ്രസന്റ് ചെയ്യുക. അത് മാത്രമല്ല കുട്ടിയുടെ ഇന്നർ പ്രോഗ്രസ് നമ്മളത് കൊടുത്ത് കുട്ടിയത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവന്റെ ഡെവലപ്മെന്റ് നമുക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഇൻഡിവിജ്വൽ ബേസിസിലാണ് നമ്മൾ ലെസൺസ്, ഫണ്ടമെന്റൽ ലെസൺസ് കൊടുക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു എന്നുള്ള രീതിയിലാണ്, എല്ലാവരെയും കൂടെ ഒരുമിച്ചിരുത്തി ക്ലാസ് എടുക്കുന്ന പോലെയല്ല. കാരണം ചിലപ്പോ ഒരു കുട്ടിയുടെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആയിരിക്കണമെന്നില്ല മറ്റേ കുട്ടി. ഒരു കുട്ടി ചിലപ്പോൾ ലാംഗ്വേജ് ഏരിയയിലൊക്കെ ആയിരിക്കും, മറ്റേ കുട്ടി ചിലപ്പോൾ സെൻസോറിയൽ ഏരിയയിൽ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ചല്ല നമ്മൾ ലെസൺസ് കൊടുക്കുന്നത്, ഇൻഡിവിജ്വൽ ബേസിസ് ആയിരിക്കും. ഫണ്ടമെന്റൽ ലെസൺസിൽ ഞാൻ എപ്പോഴും പറഞ്ഞു അതിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് സിംപ്ലിസിറ്റി, ബ്രീവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി ആണ്. അത് ഇതിൽ മാത്രമല്ല നമ്മൾ എല്ലാ കാര്യങ്ങളിലും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ ഓൺ രീതികളിലും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ നമ്മൾക്ക് ഫണ്ടമെന്റൽ ലെസൺസ് കൊടുക്കുമ്പോൾ ടീച്ചേഴ്സിന്, അതായത് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ലെസൺസ് ഡെമോ പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സിന് അതിനെപ്പറ്റി നല്ല തറോ നോളജ് ഉണ്ടായിരിക്കണം. അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. നമുക്കറിയാം ഓക്കെ, പക്ഷെ നിങ്ങൾ ഓരോ പ്രാവശ്യവും ഇതിന് വരുന്നതിന് മുമ്പ് ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കും. കാരണം എന്ന് വെച്ചാൽ അതാണ്, ആ മെറ്റീരിയൽസ് കാണുമ്പോൾ സിമ്പിൾ ആണ്, ബട്ട് അത് ശരിക്കും പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ഡെമോ ചെയ്യാനും പറ്റും. 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് പറഞ്ഞു, സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. പിന്നെ കുറച്ച് വാക്കുകൾ യൂസ് ചെയ്തിട്ട് വേണം ടീച്ചർ പ്രസന്റ് ചെയ്യാൻ. വലിയ കഥ കേൾക്കാനുള്ള സമയമൊന്നും കുട്ടിയുടെ കയ്യിലില്ല. പിന്നെ പ്രസന്റേഷന് ശേഷം കുട്ടി അത് ചെയ്യാനായിട്ട് ടീച്ചർ ഇൻവൈറ്റ് ചെയ്യുന്നു. കുട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീച്ചർ അവനെ ഡിസ്റ്റർബ് ഉണ്ടാക്കാത്ത രീതിയിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അവന്റെ ലിബർട്ടിക്ക് തടസ്സം വരാത്ത രീതിയിലാണ്. ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ടാവും. ഈ അടുത്ത ഫ്രൈഡേ ക്ലാസ് ഉണ്ടെങ്കിൽ മോർണിംഗ് ഒക്കെ എടുക്കാൻ പറ്റുമെന്നറിയില്ല, ഞാൻ വിചാരിക്കും മിക്കവാറും എടുക്കാം. ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്കിപ്പോ എൻഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ചെറിയ സമയം ഇരുന്നേ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. ഇനിയും വൈവേ എപ്പോഴായിരിക്കും മാം? ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പം പൂജ സമയത്ത് ഇല്ല എന്നാണ് പറഞ്ഞത്. ആ, പിന്നെ ഫ്രൈഡേ മൺഡേ ഒക്കെ ഉള്ളായിരിക്കും അല്ലേ? 3rd ആയിരിക്കും തുടങ്ങുള്ളൂ. എങ്ങനെ? 3-ാം തീയതി ആയിരിക്കും ഇനി സ്റ്റാർട്ട് ചെയ്യുള്ളൂ അടുത്ത സ്ലോട്ട്. 3rd, 4th പിന്നെ കുറച്ച് പേര് വരുന്നുണ്ടല്ലോ സാറ്റർഡേ. താങ്ക് യു മാം.